സഹൃദയ കലാസ്നേഹികളെ, ആക്ച്വലി ഈ വീഡിയോ നിങ്ങൾ കാണാത്ത വീഡിയോ ആയിരിക്കണം എന്നില്ല. ഇതൊരു കോമ്പറ്റീഷൻ വീഡിയോ ആണ്. കാണാത്തവർക്കായിട്ട് ഞാൻ വീണ്ടും റീപോസ്റ്റ് ചെയ്യുന്നു എന്ന് മാത്രം. കേരള സ്റ്റോറി 2 റോസ്റ്റ് ചെയ്തിരുന്നു. ആക്ച്വലി ആ വീഡിയോക്ക് അത്ര റീച്ച് കിട്ടിയില്ല. ഞാൻ വളരെ മനസ്സറിഞ്ഞ് റോസ്റ്റ് ചെയ്ത ഒരു സാധനമാണത്. പക്ഷേ അത്ര റീച്ച് കിട്ടില്ല. കാരണം അത് ഇട്ട സമയം പാതിരാത്രി 11 മണി 11:30 കഴിഞ്ഞപ്പോഴാണ് ഇട്ടത്. അതുകൊണ്ട് ആ അൽഗോരിതം നമ്മളെ ചതിച്ചു. അത്രയും പുഷ് അതിന് കിട്ടിയില്ല. അപ്പോൾ കാണാത്തുണ്ടെങ്കിൽ അവർക്ക് ആ വീഡിയോ കാണാം. പ്ലസ് ഞാൻ ഇതേ കാറ്റഗറി തന്നെ ഇതിനെ റെപ്രസെന്റ് ചെയ്ത് റോസ്റ്റ് ഇട്ടുള്ള എല്ലാ വീഡിയോസും കൂടി ഒരുമിപ്പിച്ച് ഒരൊറ്റ വീഡിയോ ആക്കി ചെയ്തിരിക്കുകയാണ്. കണ്ടവർ കിപ്പ് ചെയ്ത് വെക്കോളൂ, കാണാത്തവർക്കായി വീണ്ടും അയച്ചു കൊടുക്കൂ. അപ്പോ എൻജോയ്. സഹൃദയരെ, നാഷണൽ അവാർഡാണ് അത്രേ, നാഷണൽ അവാർഡ്. ഞാൻ ഈ തുപ്പിയിൽ നിങ്ങൾ ആരുടെങ്കിലും മുഖത്ത് തെറിച്ചെങ്കിൽ ഒരു ടിഷ്യൂ വെച്ച് അങ്ങ് തുടച്ചു കളഞ്ഞു. ഈ നാഷണൽ അവാർഡ് പ്രഖ്യാപിക്കുന്ന ജൂറികളോടാണ് എന്റെ ചോദ്യം. നിങ്ങൾ ശരിക്കും കണ്ണടച്ചിരുന്നാണോ സിനിമ കാണുന്നത്? അത് ഒരു ടേബിളിന്റെ മുകളിൽ എല്ലാവരും കൂടി വട്ടം കൂടിയിരുന്ന് പേപ്പറിൽ പേര് ഇത് ചുറ്റും കറക്കി വെച്ചിട്ട് നടുക്കൊരു വെള്ളം നിറച്ച് കുപ്പി വെച്ചിട്ട് കറക്കി വിടും. അങ്ങനെയാണോ നിങ്ങൾ ഈ അവാർഡ് കൊടുക്കുന്നത്? എങ്കിൽ ഷാറൂഖ് ഖാൻ അവാർഡ് കൊടുക്കണം. മുമ്പ് താഴാത്തവൻ അവാർഡ് കൊടുത്തവരല്ലേ നിങ്ങളെയൊക്കെ ജൂറി എന്നല്ലേ വിളിക്കാനുള്ളത്? ഒരു സിനിമയോ അതിലെ കഥാപാത്രങ്ങളോ മോസ്റ്റ് എപ്പിക് ആൻഡ് എക്സലന്റ് ആവുമ്പോഴല്ലേ നിങ്ങൾ അതിന് അവാർഡ് കൊടുക്കുന്നത്? ഇതിപ്പോ അല്പം പൊളിറ്റിക്സും പോപ്പുലാരിറ്റിയും കൂടെ ഒക്കെ മിക്സ് ചെയ്താണ് അവാർഡ് കൊടുത്തത് പോലെ എനിക്ക് തോന്നി. അല്ല, ഇവിടെ വേറെ സിനിമകളും നടന്മാരും നായകന്മാരും പെർഫോമൻസുകളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ അവാർഡ് കൊടുത്തത്. നോക്കൂ, എല്ലാം ഞാൻ വിമർശിക്കില്ല. വിക്രാന്തിന് 12th ഫെയിലിൽ അവാർഡ് കൊടുത്തപ്പോ സൈഡിൽ നോക്കുന്ന ഷാറൂഖ് ഖാനും എന്നാ പിന്നെ പകുതി നീയും വെച്ചോ എന്ന് പറഞ്ഞ് കൊടുത്ത പോലെ ഒരു വീട്ടിൽ നിൽക്കുന്ന 2 കുട്ടികൾക്ക് ഒരാളുടെ കയ്യിൽ പപ്പടം കൊടുക്കുമ്പോൾ മറ്റേയാളെ ചിണുങ്ങി സൈഡിൽ നോക്കി നിൽക്കുമ്പോൾ എന്നാ പിന്നെ ഈ പപ്പടത്തിന്റെ പകുതി നീയും വെച്ചോ എന്ന് പറഞ്ഞ് ഒടിച്ചു കൊടുക്കണ പോലെ. അല്ല, ശരിയാണല്ലേ, ജമാനല്ലേ ഷാറൂഖ് ഖാൻ പപ്പടം തലക്ക് ഒട്ടിച്ച് മുട്ടയടിച്ച് വന്ന സീനുള്ളത്. എനിവേ, കരൺസിയുടെ റോക്കി യുവർ റാണിക്ക് ഹോൾസം എന്റർടൈൻമെന്റിന്റെ അവാർഡ്. അതുപോലെ ഒരു ഡ്രാമാറ്റിക് സിനിമ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഉണ്ടാവുന്ന കുടുംബകലകം പോലത്തെ സിനിമയ്ക്കൊക്കെ എന്തിനാണ് അവാർഡ്? അങ്ങനെയാണെങ്കിൽ ഇവിടെ CID മൂസയ്ക്കൊക്കെ ഓസ്കാർ കൊടുക്കണം. ജൂറിയായിട്ടിരുന്നവന്മാരെയൊക്കെ ട്യൂഷൻ ക്ലാസ്സിൽ വരണം കേട്ടോ. നോക്കൂ, ഒരു തരത്തിൽ ഇവരുടെ നിഗമനങ്ങളൊക്കെ ശരിയാണ്. ബെസ്റ്റ് ഡയറക്ഷൻ അവാർഡ് കിട്ടിയിരിക്കുന്നത് കേരള സ്റ്റോറിക്കാണല്ലോ. ഒരു രാജ്യത്തിന്റെ പകുതി ജനങ്ങളെ ഈ പടം പ്രൊപ്പഗണ്ട എന്ന് പറയുമ്പോ മറുപകുതി ഇത് മതവികാരം വ്രണപ്പെടുത്തുന്ന മതവിപരീതമാണെന്ന് പറയുമ്പോ അങ്ങനെ ഒരു സ്റ്റോറിയെ ഡയറക്റ്റ് ചെയ്തെങ്കിൽ പൊട്ടാനിരിക്കുന്ന ഒരു ന്യൂക്ലിയർ ടൈം ബോംബ് കൃത്യലക്ഷ്യത്തിൽ കൃത്യസമയത്തിട്ട് പൊട്ടിക്കാനുള്ള കഴിവ് അപാരമാണ്. അത് ചെയ്ത ഡയറക്ടർക്ക് എന്തായാലും മിനിമം ഒരു 3 അവാർഡെങ്കിലും കൊടുക്കണം. അടിസ്ഥാനപരമായി നിങ്ങൾ ഇനിയും ഇങ്ങനെയാണ് അവാർഡ് ദാനം ചെയ്യാൻ തയ്യാറാകുന്നതെങ്കിൽ ഇത് സിനിമയെ തന്നെ നശിപ്പിക്കുന്നതല്ലേ എന്നാണ് എന്റെ ചോദ്യം. അർഹിക്കുന്നവർക്ക് അവാർഡ് കിട്ടിയില്ലെങ്കിൽ പിന്നെ ആർക്കാണ് കിട്ടേണ്ടത്? ഞാനൊന്ന് പറയട്ടെ, എന്തിനാണ് ഇപ്പോൾ നിങ്ങൾ നിർബന്ധം പിടിച്ച് ഇങ്ങനെ അവാർഡ് കൊടുക്കുന്നത്? ഈ അവാർഡ് എന്നൊക്കെ പറയുന്നത് ഒരു പ്രോത്സാഹനമല്ലേ? അതിനുശേഷമല്ലേ അത് ബിസിനസ്സായി മാറുന്നതും അത് പ്രൗഡും പ്രൈഡും ഒക്കെ ആയി മാറുന്നതും. നോക്കൂ, ഒരു ടൈമിൽ നല്ല സിനിമകൾ ഇറങ്ങിയില്ലെങ്കിൽ, നല്ല ആക്ടർമാരില്ലെങ്കിൽ, നല്ല ആക്ട്രസസ് ഇല്ലെങ്കിൽ, നല്ല കഥയില്ലെങ്കിൽ, നല്ല ഡയറക്ഷൻ ഇല്ലെങ്കിൽ അവാർഡ് കൊടുക്കാതിരുന്നാ പോരെ? എന്തിനാണ് തപ്പ ഇങ്ങനെ ഓരോന്ന് പണി വെച്ച് ജനങ്ങൾക്ക് അവാർഡിനുള്ള വിശ്വാസം കൂടി നശിപ്പിക്കുന്നത്? ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ആ കേരള സ്റ്റോറിയിലെ സീന്. കേരളത്തിൽ എവിടെയാ പെണ്ണുങ്ങൾ എപ്പോഴും മുല്ലപ്പൂവും ചൂടി പട്ടുപാവാട വിട്ട് നടക്കണം. എന്നിട്ട് അതിലൊരു മലയാളം പറച്ചിലുണ്ട്. ഗുഡ്ക വായിലിട്ട് ചവച്ച് ബംഗാളികൾ ഇവിടെ മലയാളം സംസാരിക്കണ പോലെ. എന്തായാലും 10-33 വർഷം കഴിഞ്ഞപ്പോ ആദ്യമായിട്ടാണ് ഒരു ദേശീയ അവാർഡ് SRKക്ക് കിട്ടണം. അത് ജവാൻ ആയിപ്പോയല്ല തമ്പുരാനെ. എന്തായാലും ഇപ്പോഴെങ്കിലും SRKക്ക് അഭിനയിക്കാൻ അറിയാതെ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഞാൻ വീണ്ടും പറഞ്ഞു, ജയിച്ചവർക്ക് അഭിനന്ദനങ്ങൾ. എന്റെ മനസ്സിൽ എനിക്ക് അറിയാതെ തോന്നിപ്പോവുകയാണ്, ഈ നാഷണൽ അവാർഡിനൊക്കെ ഒരു ഡിഫോൾട്ട് സെറ്റിംഗ് ഉള്ള പോലെ നാളെ ചിലപ്പോൾ വെണ്ടയ്ക്ക് വെച്ച് ക്യാമറ ഉണ്ടാക്കി അത് കക്കൂസിലിരുന്ന് എഡിറ്റ് ചെയ്ത് പ്രദർശിപ്പിച്ചാൽ ഇവർ ചിലപ്പോൾ അവാർഡ് തരും. അന്നാ പുഷ്പയ്ക്ക് താഴാത്തവൻ അവാർഡ് കൊടുത്തപ്പോഴേ ഞാൻ നോക്കി വെച്ചതാണ്, ഓങ്ങി വെച്ചതാണ്. ഇപ്പോഴാണ് അവസരം കിട്ടിയത്. അത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഈ സമാധാനമാകില്ലായിരുന്നു. എനിവേ, ഇപ്പൊ എനിക്ക് സന്തോഷമായി. 5 മിനിറ്റ് ഒരുത്തം നിർത്താതെ തെങ്ങിന്റെ പൂങ്കുലിലോട്ട് നോക്കി നിൽക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ മൃദംഗം വായിക്കുന്ന മ്യൂസിക് ഇട്ട് കഴിഞ്ഞാൽ നാഷണൽ അവാർഡ് പ്രഖ്യാപിച്ച് ജൂറിമാരൊക്കെ പറയും, വാവ്, ആർട്ടിസ്റ്റിക്, യവൻ ഇരിക്കട്ടെ അടുത്ത നാഷണൽ അവാർഡ്. ഹാവിംഗ് സെഡ് ദാറ്റ്, എല്ലാവരും അങ്ങനെയാണെന്നല്ല, നല്ല അവാർഡുകളും ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്നെപ്പോലെ ഒരു സാധാരണ പ്രേക്ഷകന് വരെ, സാധാരണ സിനിമ ആസ്വാദകന് വരെ മനസ്സിലാവുന്ന ക്രിഞ്ച് സിനിമകൾക്കും ക്രിഞ്ച് നാടകങ്ങൾക്കും ക്രിഞ്ച് ആക്ടിങ്ങിനും ഒക്കെ അവാർഡ് കൊടുത്തതിൽ, ഇന്ത്യയുടെ ഏറ്റവും വലിയ അവാർഡായ നാഷണൽ അവാർഡ് തന്നെ കൊടുത്തതിൽ അതിയായ സങ്കടം എനിക്കുണ്ട്, അതിയായ വിമർശനവും എനിക്കുണ്ട്. അത് വിമർശിക്കാനുള്ള അവകാശവും എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബ്രഹ്മയുഗത്തിലെ മമ്മൂട്ടിയും ഗോഡ് ലൈഫിലെ പൃഥ്വിരാജൊക്കെ ഉണ്ടായിരുന്നല്ലേ? അതൊന്നും ഇവർ കണ്ടില്ലേ? ബ്ലെസ്സിയൊക്കെ വർഷങ്ങളെടുത്ത് ഉണ്ടാക്കിയ പടമാണ്. അതിനൊക്കെ എന്തെങ്കിലും ഒരു അവാർഡ്? ജൂറികളൊക്കെ വിചാരിച്ചാണ് ഒരു മരുഭൂമിയിൽ നിന്ന് രക്ഷപ്പെടുന്നേക്കാളും എത്ര കഠിനമാണ് AC റൂമിൽ സ്റ്റുഡിയോയിലിരുന്ന് പ്രൊപ്പഗണ്ട സിനിമകൾ ഉണ്ടാക്കുന്നത്. എന്നാ പോട്ട്, എന്നാ താൻ കേസ് ഓടുന്ന സിനിമയിൽ കുഞ്ചാക്ക ഭവൻ അവാർഡ് കൊടുത്തതെങ്കിൽ ഞാൻ സമ്മതിച്ചേനെ. ജവാനിലെ ഷാറൂഖ് ഖാൻ. പിന്നെ എനിക്കൊരു കാര്യത്തിൽ സന്തോഷമുണ്ട്, നിങ്ങൾ നമ്മുടെ ഗാരുവിന്റെ ഭഗവത് കേസരിക്ക് അവാർഡ് കൊടുത്തല്ലോ, ബെസ്റ്റ് തെലുങ്ക് ഫ്യൂച്ചർ ഫിലിമിന്. ഐ ലൈക്ക് ഇറ്റ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഗാരു ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു, ഒരു അവാർഡ് കൊടുത്ത് നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചല്ലോ, നന്നായി. 2 പറഞ്ഞപ്പോഴാണ് ഒരു സമാധാനമായത്. ആർക്കെങ്കിലും എന്തെങ്കിലും അജണ്ട ഉണ്ടെങ്കിൽ ആ അജണ്ടയിൽ എന്റെ പൂച്ചട്ടി. സഹൃദയ കലാസ്നേഹികളെ, ചലച്ചിത്രം എന്നത് ഈ രാജ്യത്തെ ഏറ്റവും വലിയ എന്റർടൈൻമെന്റ് സിസ്റ്റം ആയിരിക്കവേ അതിൽ വർഗീയത എന്ന കാളകൂട വിഷം കലർത്തി പ്രൊപ്പഗണ്ടകളും അജണ്ടകളും പടച്ചുവിട്ട് ഒരു കൂട്ടത്തിനെതിരെയോ ഒരു നാടിനെതിരെയോ ഒരു നാട്ടാർക്കെതിരെയോ പച്ചക്കള്ളങ്ങളും കല്ലുവെച്ച നുണകളും ചേർത്ത് ഒരു സമൂഹത്തെ ഒന്നടങ്കം അപമാനിക്കാനായി സിനിമ എടുത്തു വെച്ചിട്ടും അതിനെതിരെ കൊടൂര വിമർശനങ്ങൾ ഉണ്ടായിട്ടും അതിനൊരു സ്വീക്കൽ എടുക്കാൻ തുനിഞ്ഞ നിങ്ങൾക്ക് എന്റെ
നടുവിരൽ നമസ്കാരം. അല്ല, ഈ രാജ്യത്ത് നിങ്ങൾക്ക് എന്തെല്ലാം വിഷയങ്ങൾ സിനിമയാക്കാം. ബീഹാറിലെ കക്കൂസ് നിർമ്മാണം നിങ്ങൾക്കൊരു മെഗാ സീരിയലാക്കാം. ആധാറില്ലാത്തവന്റെ വോട്ട് എന്നൊരു പടമെടുക്കാം. തോന്നിവാസം തിന്നാൻ തരാം, നിങ്ങൾ തറയിലൊഴുക്കൂ മൂത്രം എന്നൊരു നാടകം രചിക്കാം. നിന്റെ വായിലെ കുട്ക എന്റെ വീട്ടിലെ ചുമരിൽ എന്നൊരു ആക്ഷൻ ത്രില്ലർ എടുക്കാം. ഇതൊന്നും വേണ്ട, പോട്ടെ കുറച്ച് റിയലിസ്റ്റിക് ആയി ചാണകം കലക്കിയപ്പോ സ്വർണം കിട്ടി എന്നൊരു ഫീൽ ഗുഡ് സിനിമയെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. എന്നാൽ ഇതെല്ലാം വിട്ടിട്ട് ബംഗാളും കാശ്മീർ ഫയൽസും കേരള സ്റ്റോറിയും എടുത്ത് ഒരു സമൂഹത്തിൽ ഒരു മതവിശ്വാസത്തിനെതിരെ അതിലുള്ളവരെല്ലാരും ജിഹാദികളും തീവ്രവാദികളുമാണെന്നുള്ള വർഗീയ രാഷ്ട്രീയം പടച്ചുവിട്ട് അത് സിനിമയാക്കി മനുഷ്യരെ തമ്മിലടിപ്പിക്കാൻ നീയൊക്കെ ചെയ്യുന്ന ഈ നിറകെട്ട പണിയുണ്ടല്ലോ, അത് ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയ രക്തത്തിലുള്ളതാണ്. ബ്രിട്ടീഷുകാർ പഠിപ്പിച്ച ഡിവൈഡ് ആൻഡ് റൂൾ നിങ്ങൾ ഇപ്പോഴും എടുത്തിട്ട് പരീക്ഷിക്കുകയാണല്ലേ. ഈ സിനിമയൊക്കെ ആർക്ക് വേണ്ടി? ആരെ ബോധിപ്പിക്കാൻ, ആരെ നന്നാക്കാൻ, ആർക്ക് ഉപദേശം കൊടുക്കാൻ, ആർക്ക് ഉണർവേകാൻ, ആരെ മനസ്സിൽ കനല് കോരിയിടാൻ? ശാലിനി ഉണ്ണികൃഷ്ണൻ ഫ്രം തിരുവനന്തപുരത്തിന് ഈ നാട്ടിൽ നിന്ന് പത്തല് വെട്ടിയാണ് അടിച്ചോടിച്ചത്. ഇപ്പൊ നിങ്ങൾ കുറെ ശാലിനി ഉണ്ണികൃഷ്ണന്മാരുമായിട്ട് വന്നേക്കണ. നിങ്ങൾ ആ ടീസർ ഒന്ന് നോക്കൂ. मेरा इकलौता पैशन है. सलीम के प्यार में मैं इतनी ब्लाइंड हो गई कि मैंने अपना सब कुछ खो दिया. और भारत एक इस्लामिक देश बन जाएगा, इसीलिए हमें लड़ना होगा. എടാ, നിന്റെയൊക്കെ വിചാരം ഈ കേരളത്തിലുള്ള എല്ലാ മുസ്ലിങ്ങളും ബില്ലാദന്റെ മക്കളാണെന്നാണാടാ? എനിക്ക് തോന്നുന്ന അഫ്ഗാനിസ്ഥാനിൽ കേർ അള എന്നൊരു സ്ഥലമുണ്ട്. അതായത് അതങ്ങ് കാബൂളിന്റെ തൊട്ടടുത്ത ജംഗ്ഷനിൽ. മിക്കവാറും ഇവർ ഈ പറയാൻ പോണ കഥ അവിടെയുള്ള കേർ അളയിലായിരിക്കും. നോക്കൂ, ഞാൻ ഇസ്ലാം തീവ്രവാദത്തെ ഒരിക്കലും വൈറ്റ് വാഷ് ചെയ്യുന്നില്ല. അതോടൊപ്പം ഒരു കാര്യം കൂടി ഞാൻ തുന്നിച്ചേർത്തോട്ടെ. തീവ്രവാദം എല്ലാ മതങ്ങളിലും ഉണ്ട്. ഒട്ടുമിക്ക മതങ്ങളിലും പ്രകടമായും അപ്രകടമായും തീവ്രവാദം ഒളിഞ്ഞും തെളിഞ്ഞുമുണ്ട് എന്നുള്ളത് ഒരു പരമമായ സത്യമാണ്. എന്ന് കരുതി ഇല്ലാത്ത കള്ളനുണ പച്ച കള്ളങ്ങൾ പറഞ്ഞൊരു സിനിമ എടുക്കുമ്പോൾ അത് രണ്ട് കാതും കണ്ണും പൂട്ടി വിശ്വസിക്കാൻ ആളുള്ള ഈ നാട്ടില് ഒരു അജണ്ടയോടെ അല്ലാതെ ഈ സിനിമകളെ പടച്ചുവിടുന്നത് എന്ന് മനസ്സിലാക്കാൻ ചാണക്യ ബുദ്ധിയൊന്നും വേണ്ട. ശാലിനി ഉണ്ണികൃഷ്ണൻ വന്നു പോയതിനു ശേഷം ആ കേരളം എവിടെയാണെന്നുള്ള അന്വേഷണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കവേ വീണ്ടും ഇത് അതിന്റെ രണ്ടാമത്തെ ഭാഗം വന്നിരിക്കുന്നു. ഈ മാസം 27 അത് തിയേറ്റർ റിലീസ് എന്ന്. ഏടാ, ഇവിടെ എമ്പുരാൻ ഇറങ്ങിയപ്പോ സെൻസർ ബോർഡിന്റെ ബേള എന്തൊക്കെയായിരുന്നു. സീൻ കട്ട്, സ്ലീവ് കട്ട്, സെൻസർ ബോർഡിൽ ഉപ്പ് സത്യാഗ്രഹം, ഉത്തരത്തിൽ കെട്ടിത്തൂങ്ങിയ അഭ്യാസം എന്തൊക്കെയായിരുന്നു. ഇപ്പൊ ജനനായകനും റിലീസ് കൊടുക്കണില്ല. ഇവിടെ നിന്നോടൊക്കെ എന്ത് തെറ്റാണ് നമ്മൾ ഈ സൗത്ത് ഇന്ത്യൻസ് ചെയ്തത്. കഴിഞ്ഞ തവണ നിരന്തരം മുല്ലപ്പൂ വെച്ചിന് ശാലിനി ഉണ്ണികൃഷ്ണന് ബെസ്റ്റ് നാഷണൽ അവാർഡാണ് കിട്ടിയത്. ബെസ്റ്റ് ഹേറ്റ് അവാർഡ്. ഈ പാഷാട പടത്തിനൊക്കെ നാഷണൽ അവാർഡ് കൊടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നാഷണൽ അവാർഡ് ഒരു നാറിയ അവാർഡാണെന്നും അതിന് ചാണക ബന്ധമുണ്ടെന്നും. തലവേദന വന്ന വിക്സിനെ പോരം വർഗീയത നെറ്റിയിൽ തേക്കുന്ന യവന്മാരൊക്കെ നാളെ ഈ രാജ്യം രണ്ടാക്കണമെന്ന് വരെ പറഞ്ഞോളയും. സുഹൃത്തുക്കളെ, വർഗീയത വാക്സിൻ ഇല്ലാത്ത ഒരു വൈറസ് ആണ്. അത് വിദേശത്തു നിന്നും വന്നതൊന്നുമല്ല. ആ വിത്ത് ഈ മണ്ണിൽ തന്നെ വിളഞ്ഞതാണ്. അതിപ്പോ കലയിലൂടെയും വ്യാപിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇതുപോലെ നാഷണൽ അവാർഡ് കിട്ടിയ ഒരു സിനിമയെ പരിഹസിക്കാനുള്ള വിവരവും ബുദ്ധിയില്ലായ്മയൊന്നും എനിക്കില്ല. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെ ഈ ഇറങ്ങാൻ പോകുന്ന പടത്തിനകത്തുള്ള കോണ്ടാക്ട്സ് എന്താണെന്ന് നമ്മൾ അറിയാത്ത പക്ഷം ആ പടത്തെ ഞാൻ കൃത്യമായി വിമർശിക്കുന്നില്ല. അതിനുശേഷം അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലതൊക്കെ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഇവിടെയുള്ള റിവ്യൂവേഴ്സിനും റോസ്റ്റേഴ്സിനും ഒക്കെ ചാകരയാണ് ഈ സിനിമ. ഇങ്ങനെയുള്ള സിനിമകളെല്ലാം ത്രികോണ ചാണകം തലയ്ക്കകത്തുള്ളവർക്കെല്ലാം വിശ്വസിക്കാം. സംഗീത ചാനലുകളുടെ അന്ത്യചർച്ചയിൽ ഈ സിനിമയെ വെളുപ്പിച്ചുകൊണ്ടുള്ള ഇതിലെ കാര്യങ്ങൾ സത്യമാണെന്ന് ഊന്നി പറഞ്ഞുകൊണ്ടുള്ള ചർച്ചകൾ ഉണ്ടാകും. പിന്നെ എയിംസ് കൊണ്ടുത്തരാന്നും പറഞ്ഞ അമ്മയെ കൊണ്ടുതന്ന ചില ആ മോമാരും ഇതൊക്കെ കണ്ണും പൂട്ടി വിശ്വസിക്കും. തീവ്രവാദം കേരളത്തിലാണെങ്കിലും ക്രൊയേഷ്യയിലാണെങ്കിലും തുടച്ചു നീക്കാനും അടിച്ചമർത്താനും നമ്മൾ തുനിഞ്ഞിറങ്ങണം. തീവ്രവാദം കൊണ്ട് ഒരു രാജ്യവും വികസിക്കാനും പോകുന്നില്ല, ലോകം നന്നാകാനും പോകുന്നില്ല. കേരളത്തിൽ ലവ് ജിഹാദ് പോലെയുള്ള സിറിയയിലേക്ക് ISSൽ ചേരാൻ പോയിട്ടുള്ള സ്ത്രീകൾ ഇവിടെ ഇല്ല എന്നല്ല. അതിപ്പോ നിങ്ങൾക്കൊരു കാട്ടിൽ പോയാൽ പോലും കാണാൻ പറ്റും തീവ്രവാദിയായ ഒരു കടുവയെ. 750 കോടി ജനങ്ങളുള്ള ഈ ഭൂമിയിൽ തീവ്രവാദികളും മതഭ്രാന്തന്മാരും ഉണ്ടാകില്ലെന്നാണോ നിങ്ങളുടെ വിചാരം? അതെല്ലാം മുക്കിലും മൂലയിലും കാണും. അവിടെയാണ് കേരള സ്റ്റോറി 1 പരാമർശിച്ച നമ്പറുകളിലെ വ്യത്യാസം. ഏതാണ്ട് 50,000-ഓളം പേരാണ് അത്ര ഇവിടുന്ന് പോയത് തീവ്രവാദത്തിൽ ചേരാനായിട്ട്. എടാ, നിനക്കൊക്കെ നാക്കിന് എല്ലില്ലാന്ന് കരുതി ഇതൊക്കെ കണ്ടില്ലെന്ന് വെച്ച് നീയൊക്കെ നാളെ മാർത്താണ്ഡവർമ്മയും ജിഹാദിയാണെന്ന് പറഞ്ഞോളാം. വേണേ അതിനൊക്കെ തെളിവും കൊണ്ടുവരും. അങ്ങനെ ഒരു പടം എടുത്ത നാഷണൽ അവാർഡും കിട്ടും. എന്തായാലും ഗുഡ്ക തിന്ന് ചവച്ചു തൂപ്പിയ രാഷ്ട്രീയവാദികളുടെ സ്വപ്നത്തിലുള്ള കേരളം നമ്മൾ ജീവിക്കുന്ന ഈ സുന്ദരമായ കേരളമല്ല. ഈ രാജ്യം ഭരിക്കുന്നവരുടെ വർഗീയ രാഷ്ട്രീയവും മുസ്ലിം വിരുദ്ധതയും അത് പ്രത്യക്ഷത്തിൽ പ്രകടമാക്കി വിഷം കുത്തിവെച്ച് വോട്ട് പിടിക്കാനുള്ള തന്ത്രം. എന്നാലും ഇങ്ങനെ ഒരു ബ്ലഡി പോയിസൺ ഡയറക്ടർ ഈ വിഷം കുടിച്ച് ജീവിക്കുന്നവനൊക്കെ പടമെടുക്കാൻ ആരുടെ ഫണ്ട് ചെയ്യണം? ഞാൻ ചോദിക്കട്ടെ, കേരള സ്റ്റോറി 1-ൽ നിങ്ങൾ പറഞ്ഞ 50,000 പെണ്ണുങ്ങളെ മതം മാറ്റുന്നില്ലേ? അവരിപ്പോ പെറ്റുപെരിക്കൊരു മുസ്ലിം രാജ്യമാകാനുള്ള സമയമായില്ലേ? എന്നിട്ട് അവർക്ക് എവിടെ? ഇനിയും നമ്മളൊക്കെ മിണ്ടാതിരുന്ന യവന്മാര് വീണ്ടും 2 അജണ്ട ഉണ്ടാക്കി തറയിലോട്ട് എറിയും. എന്നിട്ട് അത് പൊട്ടിത്തെറിച്ച് അതിന്റെ കണികകൾ വ്യാപിക്കും. നമ്മൾ ഈ സിനിമ ഇറങ്ങുമ്പോൾ അതിനെ വിമർശിക്കാൻ വേണ്ടി സിനിമ
എടുത്ത് റോസ്റ്റ് ചെയ്ത് നമ്മൾ ഈ സിനിമയെ ഏറിൽ കയറ്റിയെന്നും പറഞ്ഞ് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയല്ല വേണ്ടത്. ഇത് അതിലുപരി ഒരു വലിയ വിഷയമാണ്. നമ്മുടെ സമൂഹത്തിനെതിരെയും ഒരു മതത്തിനെതിരെയും ഒരു വിഭാഗത്തിനെതിരെയും കേരളം എന്ന സ്റ്റേറ്റിനെതിരെ അജണ്ടയോടുകൂടിയും പ്രൊപ്പഗണ്ടയോടുകൂടിയും ഇറക്കി വിടുന്ന ഒരു സിനിമയാണ്. അതിന് രണ്ടാമത്തെ ഭാഗവും എടുക്കാൻ ഇത്രയും വിമർശനങ്ങൾ വന്നിട്ടും സർക്കാർ പോലും അതിനെതിരെ നിലപാടെടുത്തിട്ടും വീണ്ടും അവർ ആ സിനിമ ഇറക്കി വിടുന്നുണ്ടെങ്കിൽ, ഇതിന് മുന്നേ ഇറങ്ങിയ സിനിമ ഏകദേശം 500 കോടിയോളം കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നോക്കൂ, ഇതൊരു വലിയ വിഷയമാണ്, വലിയ സീരിയസ് ഇഷ്യൂ ആണ്. നമ്മളിത് ഇപ്പോഴേ അഡ്രസ് ചെയ്തില്ല എങ്കിൽ കൈവിട്ട് പോകും മക്കളെ. ഇനി രണ്ടാം ഭാഗം ഇറങ്ങുമ്പോൾ അതിനകത്ത് എന്തൊക്കെയാണെന്നോ കുത്തിക്കേറ്റി വെച്ചേക്കണം. ഹമാസും ISS ഒക്കെ കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കരമൻ എന്ന് ബസ് കയറിപ്പോയി ലോകവ്യാപകമായതാണെന്ന് പറഞ്ഞുകളയും തോന്മാരി. എന്തായാലും ഈ വഞ്ചന വിദ്യയും കപട രാഷ്ട്രീയത്തെയും പോക്കർത്തരം മസാല മൂവിക്കെതിരെയും എന്റെ കടുത്ത പ്രതിഷേധം ഞാൻ അറിയിക്കുന്നു. ഞാൻ കണ്ണിൽ ഐസിട്ട് കാത്തിരിക്കുകയാണ് പടം റിലീസാകാൻ. വരട്ടെ, വന്നിറങ്ങട്ടെ. വിപ്ലവം ഉണ്ടായാലും ഈ പടമൊക്കെ ശ്രദ്ധിക്കപ്പെടുമെന്ന് അവർക്കറിയാം. ടിക്കറ്റ് കീറുമെന്ന് അവർക്കറിയാം. ഇത് കാണാനും വിശ്വസിക്കാനും ആളുകൾ ഉണ്ടെന്നും അവർക്കറിയാം. വർഗീയതയ്ക്ക് അടിസ്ഥാനമായി ഉറച്ച കേരള ബ്രാഞ്ചുകൾ ഉണ്ടെന്നും നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും ശരി ഗൈസ്, സിനിമ ഇറങ്ങട്ടെ, നമുക്ക് കാണാം. കലാസ്നേഹികളെ, രാജ്യം ഭരിക്കുന്ന രാജാക്കന്മാർക്ക് രാവ് മുതൽ റോസ്റ്റിംഗ് വരെ നിയന്ത്രിക്കാൻ ശേഷിയുണ്ടെങ്കിൽ അനിയന്ത്രിതമായി അവർക്ക് അജണ്ടകൾ ഇറക്കിവിടാം. ജാതി മത വർണ്ണ രൂപത്തിൽ പ്രൊപ്പഗണ്ട പുഴയൊഴുക്കിയാൽ അതിന്റെ രണ്ടാം അടിയിൽ തകർന്നു പോകുമെന്ന് കരുതിയോ കേരളം? പ്രളയം വന്നപ്പോ പിടിച്ചു നിന്ന മലയാളി, കോവിഡ് വന്നപ്പോ കൂട്ടാൻ നിന്ന മലയാളി, രോഗം ബാധിച്ച ചീന മനസ്സുകൾ പടച്ചുവിട്ട യൂഡോ സിനിമയെ എതിർക്കാതിരിക്കുമെന്ന് കരുതിയോ? ചലോ ഭായ് ലോഗ് ആജ് ഹം സബ് മിൽക്കെ ഏക് സിനിമ ദേഖേഗാ. സുനാ ഹൈ ഉസ്മേ കേരള के बारे में सच बताया है, उसी सच को हम जान से मार देंगे. സോ ഈ സിനിമയുടെ ആരംഭം ഒരു കുട്ടി മൊട്ടയടിച്ച് മർഗയ ഹോഗയായി നിൽക്കുന്നതാണ് കാണിക്കുന്നത്. കുളിക്കാനിറങ്ങിയ വൈദിക വിദ്യാർത്ഥി ഒഴുക്കിൽപ്പെട്ട് തൂങ്ങി മരിച്ചു. ഇനി മറ്റൊരു കുട്ടി ഏക് മാടി കാ മുഗൾ സെ ഖൂദ് കർ മർ ഗയാ ക്യാ. ശേഷം വേട്ടയാടി വിളയാടിനെ ഓർമ്മിപ്പിക്കുന്നത് പോലെ ഒരു സ്ത്രീയുടെ കൈ കിട്ടുകയാണ്, അതും ഒരു മരണം, ഹാട്രിക് ഡെത്ത്. ശേഷം സ്ക്രീൻ കെട്ടായി കേരളം എന്ന പൈശാചികരായ കുറിച്ചും മനുഷ്യർ താമസിക്കുന്ന ഒരു സ്ഥലത്തേക്ക് എത്തുന്നു. അവിടെ പണ്ട് രാജസേവകരായിരുന്ന നായർ സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീയും അവളുടെ തറവാടും കാണിക്കുന്നു. കണ്ണാടിയിൽ SS എന്ന് എഴുതി ലവ് വരയ്ക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവൾ പ്രണയിക്കുന്നു എന്നല്ലേ? സോ ഇതാണ് ഞാൻ പറഞ്ഞ ആ നായർകുട്ടി. ഈ കേരളം എന്ന കുഗ്രാമത്തിലുള്ളവരെ പൊതുവായി മലയാളികൾ എന്നാണ് അത്ര പറയാറുള്ളത്. അവർ രാവിലെ എണീച്ചാൽ കുളിക്കുമത്രേ, അതും വെള്ളത്തിൽ. ശുദ്ധമായ ഗോമൂത്രത്തിൽ കുളിക്കാൻ അവർക്ക് ഇഷ്ടമല്ലത്രേ. എത്ര വൃത്തികെട്ടവരാണ് അവർ. സോ ഈ ഹാഫ് നേക്കഡ് അഹങ്കാരി രാവിലെ തന്നെ അമ്മച്ചിയെ അടുക്കളയിൽ കയറ്റി ദോശ ഉണ്ടാക്കിച്ചിട്ട് അവൾ തിന്നുകയാണ്. എന്നിട്ട് നിത്യദിനങ്ങളിൽ അമ്മയോട് എന്നും എന്തോ ഒരു പ്രത്യേക ഭാഷയിൽ പ്രോത്സാഹന വാക്കുകൾ പറയാറുണ്ടത്രേ. അടിപൊളി. ശബ്ദ കോണാവലിയിലേക്ക് ഒരു പുതിയ വാക്ക്. ഇവരുടെ ഭാഷ ലളിതവും വികൃതവുമാണ്. അച്ഛന്റെ ചമച്ചി. ഓ, ഞാൻ അച്ഛന്റെ ചമച്ചി. അച്ഛന്റെ ചന്തി. സോ ഇതിൽ മൊത്തത്തിൽ 3 സ്ത്രീജനങ്ങളുടെ കഥയാണ് പറയുന്നത്. ഇത് രണ്ടാമത്തെ ആൾ. പുള്ളി ഒരു വലിയ അത്ലറ്റ് ഒക്കെയാണ്. ആകാശത്തേക്ക് നോക്കി കമ്പി എറിയലാണ് പണി, അതായത് ജാവലിൻ ത്രോ. ഇനി മൂന്നാമത്തെ ആൾ, അതൊരു കണ്ടംപററി ഡാൻസർ ആണ്. മോഡേൺ സമൂഹത്തിലെ ഒരു സ്ത്രീ, ഒരു റീലോളി. ഇതാണ് അവളുടെ ജിഹാദിയായ കാമുകൻ. ഇവൻ ഏത് ലെവൽ എന്നൊക്കെ ചോദിച്ചാൽ സ്വന്തം പ്രണയം തെളിയിക്കാൻ ചോര കൊണ്ട് കത്തെഴുതുന്നവൻ. കൈ ഇങ്ങനെ ആവാൻ കാരണം ഒരുത്തന്റെ തലയടിച്ച് പൊളിച്ചതാ. 9 സ്റ്റിച്ച്. എന്നെ എന്ത് വേണേ പറഞ്ഞോ ഞാൻ അംഗീകരിക്കാം. പക്ഷേ എന്റെ അമ്മയാണ് എന്റെ പെണ്ണ്. ഇനി ഇവർക്ക് എല്ലാവർക്കും ഒരു ജിഹാദിയായ കാമുകൻ ഉണ്ടാകുമല്ലോ. നമ്മുടെ ജാവലിൻ ത്രോയുടെ കാമുകൻ ഇവനാണ്. സ്ലിമായ ഇവൻ ഹിന്ദുവാണെന്ന് പറഞ്ഞ് പറ്റിച്ച് അവളെ കല്യാണം കഴിക്കാൻ ശ്രമിക്കും. പിന്നെ ഇത് അടുത്തയാളുടെ കാമുകൻ സുന്ദർ പിച്ചൈ. ഇത് ഗൂഗിളിന്റെ CEO സുന്ദർ പിച്ചൈ. ഇയാള് ജിഹാദിയാ? അല്ല ഗൈസ്, ഏറെക്കുറെ കണ്ട അതുപോലെയാണെന്ന് എന്റെ മന്ദബുദ്ധിയിൽ തോന്നിയതാണ്. സോ ഈ കഥയിൽ പറയുന്ന പക്ഷെ 3 പേരെയും അട്ടിമറിക്കും. സമാധാനത്തിന്റെ മതത്തിൽ നിന്ന് 3 ജിഹാദികൾ എത്തുന്നു. ആദ്യത്തേത് മുസ്ലിമായ ഇവൻ ഹിന്ദു എന്ന് പറഞ്ഞ് ഈ പെണ്ണിനെ കല്യാണം കഴിച്ച് കയറി വാപ്പാസി നടത്തുന്നു. ഇവളുടെ വിവാഹം വീട്ടിൽ അറിഞ്ഞിട്ടില്ലേ? അവക്കാണെങ്കിലും അച്ഛൻ വീട്ടിൽ വേറെ വിൽപ്പന കരാറ് നടത്തണം. ഞാനൊരു റീലോളിയുടെ കാര്യം പറഞ്ഞില്ലേ? ഇവൾ ശ്വസിക്കുന്നത് പോലും ഇൻസ്റ്റഗ്രാമിൽ ൂടെയാണ്. റീച്ച് ഇല്ലാതെ മുണങ്ങിയിരുന്ന ഇവളെ ജിഹാദിയായ കാമുകൻ ഇളക്കി വിടും. അവൻ പറയും, നീ രേണു സുധിയെ കണ്ടുപടി. സ്വാതന്ത്ര്യമായി ജീവിക്കുന്ന സ്ത്രീ. ആൻഡ്രോയിഡ് ടിയുടെ ഫോളോവറായ ഞാൻ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടി സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ അനുവദിച്ചിരിക്കുന്നു. അപ്പൊ തന്നെ റേഷൻ കാർഡ് വെച്ച് ഒള്ളി ഫാൻസിൽ ഒരു അക്കൗണ്ട് തുടങ്ങി. പർപ്പിൾ പാന്റി എന്ന പേരിൽ ഒരു നെയിമും തുടങ്ങി. കുറച്ച് റീലുകൾ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യുകയാണ്. അതൊക്കെ അങ്ങ് വൈറലായി ഒടുവിൽ അച്ഛന്റെ വാട്സാപ്പിലെ ഫാമിലി ഗ്രൂപ്പ് 5 എന്ന ഘടകത്തിൽ പോലും വരികയാണ്. ഇവളുടെ അഴിഞ്ഞാട്ടം മനസ്സിലാക്കി വീട്ടുകാർ പെടലേക്ക് ഒരു അടിയും കൊടുത്ത് ഫോൺ വാങ്ങിച്ചെറിഞ്ഞ് പൊട്ടിക്കും.
അതോടെ രേണുസുതിക്ക് വെല്ലുവിളിയേക്കാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങണമെന്ന തന്റെ മോഹവുമായി അവൾ ആ ജിഹാദിയോടൊപ്പം ചാടി പോകുകയാണ്. അവൻ അവളെ വിളിച്ചുകൊണ്ട് പോയി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് മതം അങ്ങോട്ട് മാറ്റിച്ച് കല്യാണം അങ്ങോട്ട് കഴിക്കും. അവന്റെ വീട്ടിൽ ചെന്നപ്പോഴേ അവിടെ അരിക്കും പകരം തിളക്കണത് ആട്ടിന്റെ തലേന്ന്. നമുക്ക് പെരുത്തി ഇഷ്ടായില്ലേ? സോ ഇനി നമ്മുടെ ബന്ദർ പിച്ചൈ നോക്കുക, പുറകിൽ തലതിരിഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ മാപ്പാണ്. അതിന്റെ നിറം നോക്കൂ, ലൈറ്റ് ചാണകത്തിന്റെ പച്ച. സോ ഇവൻ ഒരു 6-ാം നൂറ്റാണ്ടിന്റെ അലമ്പുലില്ലയാണ്. അവന്റെ ലക്ഷ്യം ഇന്ത്യ ഒരു ഇസ്ലാം സ്റ്റേറ്റ് ആക്കി മാറ്റണമെന്നാണ്. ട്രൂ കഴിവേറി. ഇവർക്ക് ഊണില് ഉറക്കത്തില് ശൗചാലയത്തിലും ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. പ്രധാന ലക്ഷ്യം ഹിന്ദു പെൺകുട്ടികളെ നമ്മുടെ മതത്തിലേക്ക് മാറ്റാന്നുള്ളത്. ഞങ്ങൾക്ക് മതമാണ് പ്രശ്നം, അത് ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ്. അമ്മന്റെ ആൾക്കാരെ കൊള്ളാല്ല. സോ മീൻവെൽ നമ്മുടെ റീലകളുടെ അച്ഛൻ കേസ് കൊടുക്കുകയാണ്. ആക്ച്വലി അവൾക്ക് 16 വയസ്സ് മാത്രമേ പ്രായമായിട്ടുള്ളൂ. അച്ഛൻ സമർപ്പിച്ച ബർത്ത് സർട്ടിഫിക്കറ്റ് നോക്കിയ പോലീസുകാരൻ പറയും, എന്നാലും ഇവളെ മുഖം നോക്കിയിട്ട് നിനക്കൊക്കെ 16 വയസ്സെന്ന് പറയാൻ തോന്നില്ലടാ. എന്തായാലും പോലീസുകാരൻ പറയും, എനിക്കൊന്ന് ഇരുത്തി ആലോചിക്കണം, തൽക്കാലം പെണ്ണ് ജിഹാദിയുടെ കൂടെ പോട്ട് ഇവരുടെ കൂടെ താമസിക്കട്ടെ. ഇനി അടുത്തവൾ, ഇവളൊരു നിരീശ്വരവാദിയാണ്. ഇവളുടെ കാമുകനാണ് നമ്മുടെ ബന്ദർ വിജയ്. അവന്റെ ഓൾറെഡി ഒരു ഭാര്യയൊക്കെ ഉണ്ട്. അതറിഞ്ഞിട്ടും വളരെ മോഡേൺ ചിന്താഗതിക്കാരെ അവനോടൊപ്പം ലിവിംഗ് ടുഗദർ ചെയ്യാമെന്ന് തീരുമാനിക്കും. എന്നാലും ഈ കഥയൊക്കെ ആരുടെ വിശ്വസിക്കണം? പിന്നെ ചാണകം കൊണ്ട് തലയോട്ടി ഉണ്ടാക്കി ഗോമൂത്രം നിറച്ചു വെച്ചേക്കുന്ന തലച്ചോറുള്ളവരൊക്കെ ഇത് വിശ്വസിക്കും. സോ ഇവളെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവരുമ്പോ അവന്റെ ആദ്യ ഭാര്യ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന അവള് വഴക്കുണ്ടാക്കും. അപ്പൊ അവൻ പറയും, വീട്ടിന്റെ വാടകയൊക്കെ കൊടുക്കണം അവളാണ്, എനിക്ക് ജിഹാദ് കളിക്കാനല്ലേ അറിയാവൂ, പണിയെടുക്കാറിഞ്ഞൂടല്ലോ, അതുകൊണ്ട് നീ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറയും. എന്നാ ശരി ആയിക്കോട്ടെ, ഞാൻ അത് സമ്മതിച്ചിരിക്കുന്നു എന്ന് അവളും. നമ്മുടെ റീൽ വിളിക്ക് റീൽ എടുക്കാതെ ഒരു സമാധാനം ഇല്ലല്ലോ. ബ്രെയിൻ റോട്ടായ അവൾ ഒരു റീൽ എടുക്കാൻ ശ്രമിക്കും. അത് അവൻ കൈയോടെ പോക്കും, അവളെ ചെവിക്കല്ലിലിട്ട് പൊട്ടിക്കും. മീൻവെൽ സൈമൾട്ടേനിയസ്ലി നമ്മുടെ ബന്ദർ പിച്ചയും ഇവൾക്കെതിരെ തിരിയും. ഒതുങ്ങി ദിക്കറും ചൊല്ലി മതം മാറിയ മൂലക്കോലെ ഇരുന്നോളാൻ പറയും. അവൾ അതിന് തയ്യാറല്ല. ജന്മം കൊന്ന അവൾ മതം മാറൂല. അങ്ങനെ അവൾ അവിടെ നിന്ന് ഇറങ്ങി രക്ഷപ്പെടാൻ ശ്രമിക്കവേ എടാ, മഴ പെയ്യുമ്പോ ഒലിച്ചു വന്നവന്മാർ ഇത് എന്തോന്നാടാ ഇത്? പർദ്ദയിട്ട് പേടിപ്പിക്കാൻ നോക്കണടാ. പർദ്ദ കണ്ട പേടിക്കണമെന്നാക്കാനാണ്. ഇനി നമ്മൾ അടുത്ത ജാവലിൻ ത്രോക്കാരി. അവളും വീട്ടിൽ നിന്ന് ചാടിപ്പോയതാണല്ലോ. വന്നു പെട്ടതാ ഒരു പെൺ വാണിഭക്കാരന്റെ വീട്ടിൽ. അവളെ കെട്ടിക്കൊണ്ട് വന്നിട്ട് ഒരു ഉപ്പാപ്പയ്ക്ക് കാഴ്ചവെക്കും. ഇനി അതിന്റെ ഡീലിങ്സ് ഒക്കെ നടത്തുന്നതോ അവന്റെ ഉമ്മച്ചി. അതുമാത്രമല്ല, മതം മാറ്റൽ അവർക്കൊരു ബിസിനസ് ആണ് അത്രേ. ബ്രാഹ്മണ സ്ത്രീകളാണെങ്കിൽ 12 ലക്ഷം വരെ കിട്ടും. അപ്പൊ ഈ പെണ്ണോ? ഇതിന്റെ പേരിൽ നീ കുറെ ചെലവാക്കിയതല്ലേ? അത് നമുക്ക് ഈടാക്കാലോ. എടാ, ലോകത്തുള്ള മുസ്ലിങ്ങളെല്ലാം തീവ്രവാദിയാണെന്ന് പറയല്ലേടാ. നെറ്റിൽ നിസ്കാരത്തഴുമ്പുള്ളവരെല്ലാം ജിഹാദികളല്ല. ഐസേ മുസ്ലിങ്ങൾ പാവങ്ങളാണ്, ഇസ്ലാം മതമാണ് പ്രശ്നം. ഹിന്ദുക്കൾ പാവങ്ങളാണ്, സനാതന മതത്തിന്റെ സൂക്ഷ്മ ശക്തികളാണ് പ്രശ്നം. ക്രൈസ്തവർ പാവങ്ങളാണ്, ക്രിസ്തു മതമാണ് പ്രശ്നം. ഒരു പക്ഷത്തിനെതിരെ, ഒരു മതത്തിനെതിരെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ വിഷം തുപ്പാൻ സാധിക്കുന്നത്? അതിന് യാതൊരു ബന്ധവുമില്ലാതെ കേരള സ്റ്റോറി എന്ന പേര് കേരളത്തിൽ കിടക്കണം. നമ്മൾ എന്ത് തെറ്റടാ ചെയ്ത? എല്ലാ മതത്തിലും, എല്ലാ രാജ്യത്തിലും, എല്ലാ മനുഷ്യരിലും ഉണ്ട് തെറ്റുകാരും തോന്നികളും. അതിപ്പോ നോർത്ത് ഇന്ത്യയിലും ദളിത് മതം നടക്കാറില്ലേ? ഈ ശ്രീരാം വിളിക്കാത്തിനെ തല്ലാറില്ലേ? ഗോവിനെ മാതാവായി കാണാറില്ലേ? ഗോമൂത്രം കുടിക്കാറില്ലേ? ഗോ ചാണകം തിന്നാറില്ലേ? യു ആർ സ്പ്രെഡിംഗ് ഹേറ്റ് ഇൻ ദ നെയിം ഓഫ് ഗോഡ്. പടം കണ്ട് വിശ്വസിച്ച് ചലം പൊട്ടി എണീച്ച ഒരു സംഖ്യ പറഞ്ഞത് തീർത്തും കാണേണ്ട സിനിമ. കേരളത്തിന് മോശമാക്കുന്ന സിനിമ കേരളത്തിന് ഒരിക്കലും മോശമല്ല, കേരളത്തിൽ നടക്കുന്ന സംഭവമാണ്. ഈ വിഷയത്തിന് ആന്റിഡോട്ട് ഇല്ല. സോ ഇനി നമ്മൾ റീലോളിയെ കെട്ടിയവനില്ലേ, അവൻ വീണ്ടും ഒരു പെണ്ണിനെ വളച്ച് അവളെ മതം മാറ്റാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്നേക്കുവാണ്. ഇവൻ വലിയ ബിസിനസ്സുകാരൻ തന്നെ. അങ്ങനെ കാര്യങ്ങൾ എല്ലാം കൂടി ആയ സ്ഥിതിക്ക് നാട്ടുകാരെല്ലാം കൂടി വട്ടം കൂടി ഇരുന്ന് കുറച്ച് വിഷം അങ്ങ് തുപ്പും. ഇനിയാണ് അൾട്ടിമേറ്റ് സീൻ. ഇഫിനോട് എന്തിത്ര വിരോധം? വേറെ ബീഫിനെക്കാളും അതിക്രൂരം. ഇഫൊന്ന് രുചിച്ച് നോക്കൂ നിങ്ങൾ, ബീഫിന്റെ ചാറൊന്നു കൂട്ടു. പൊറോമായി ചേർന്നില്ലേൽ വേണ്ട, നിങ്ങൾ ചപ്പാത്തി പൊറോട്ടയിൽ തട്ടു. സോ ഇത് ബീഫിനൊരു അപമാനമാണ്. ചത്താല ഞാൻ ബീഫ് നിന്ന് ചാവൂലട എന്നുള്ള അജണ്ട. ബീഫ് വിരോധം പശു രാഷ്ട്രീയം, ഗാന്ധിയുടെ കാലം മുതലേ ഉള്ള രാഷ്ട്രീയം. ബീഫിന്റെ ചാണകം തിന്നാം, മൂത്രം കുടിക്കാം, പാല് കുടിക്കാം, പക്ഷെങ്കിൽ അതിന്റെ മാംസം കഴിച്ചൂടാ. അജണ്ട പ്രചണ്ഡ അപരാധങ്ങളെ ഇതൊരു ചാണക രാജ്യമാക്കാൻ ഈ ജനത സമ്മതിക്കൂല. എന്തായാലും സവാദിനെ പോലെ ജിഹാദ് ചെയ്യാൻ 3 പേർ അവരുടെ കർത്തവ്യം കൃത്യമായി നിർവഹിച്ചിരിക്കുന്നു. സോ ഇനി നമ്മുടെ റീലോളി ഒരു പിടിവലിയിൽ അടികൊണ്ട് മരിക്കും. സോ ഇനി കൊട പോലെ ജാവലിൻ കൊണ്ട് കിടക്കുന്ന നമ്മുടെ ജാവലിൻകാരി വല്ലച്ചാതി അവിടെ നിന്ന് ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കും. ഇതൊക്കെയാണ് നമ്മൾ ആദ്യം കാണുന്ന സീൻ. മീൻവെയിൽ ബീഫ് തിരിച്ചെല്ലി ദേഷ്യം വന്ന ഇവളുണ്ടല്ലോ, അവൾ റൂമിൽ കയറി കഥ പടച്ച് മുടി മുറിച്ച് 3 മുറിച്ച് മുട്ടയടിക്കും. ഇത് പായിൽ അമിതാഭ് ബച്ചനല്ലേ?
ഇനി മരിച്ച ലവള സവാദം ടീമും കൊണ്ട് ഈ കുഴിച്ചിടും. ബീഫ് തിന്നൊരു പെണ്ണ് തൂങ്ങി മരിച്ചതറിഞ്ഞ അപ്പൊ തന്നെ പോലീസ് അവിടെ എത്തും. ശ്രദ്ധിക്കണം, ഇത് കേരള പോലീസ് ആണ്. കേരള പോലീസ് ഫ്രം കറാച്ചി മുക്ക്. ഇത്തരം സംഭവങ്ങളെല്ലാം അറിഞ്ഞ നാട്ടുകാരൻ നേരെ വന്ന് ജിഹാദികളുടെ കോട്ടയും ജിഹാദികളെയും എല്ലാം തല്ലി പൊളിക്കും. അപ്പൊ അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ശിവന്റെ മ്യൂസിക്. ഒടുവിൽ ആൾക്കൂട്ട വിചാരണ ചെയ്ത് ജനങ്ങൾ തെരുവിലിറങ്ങി നിയമം കയ്യിലെടുത്ത് പോലീസ് കൂട്ടുനിന്ന് എല്ലാ ജിഹാദികളെയും തള്ളിക്കൊള്ളും. കുറെ പേരെ പോലീസ് പിടിച്ചോണ്ട് പോകും. അവരെ മതപരിവർത്തന സെന്ററുകളെല്ലാം നശിപ്പിക്കും. അതോടുകൂടി പടത്തിന് ശുഭം. ഞാൻ പറയുന്നു, ഈ സിനിമയെ പ്രകൃതി ദുരന്തമായി കാണണമെന്നാണ്. നിങ്ങൾ എന്തിനാണ് ഈ പടത്തിന് കേരള സ്റ്റോറി എന്ന് പേരിട്ട? ഇതിൽ ഒരു പെൺകുട്ടി കേരളത്തിൽ നിന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഇത് കേരള സ്റ്റോറി എന്ന് പേരിട്ട. രാഷ്ട്രീയപരമായ പല ഭിന്നതകൾ ഉണ്ടെങ്കിലും മതപരമായി മലയാളികൾ അത്ര രൂക്ഷരല്ല. ഒരു പരിധിവരെ നമ്മൾക്കത് ചെറുക്കാൻ സാധിക്കുന്നുണ്ട്. കയ്യിൽ ഹിന്ദു ഗോഡ്, ഉണരൂ ഹിന്ദുക്കളെ ഉണരൂ, എന്നിട്ട് മുസ്ലിങ്ങളെ എല്ലാരും തല്ലി കൊല്ലു. ആ രാമക്ഷേത്രവും ബാബരി മസ്ജിദും ഒക്കെ ഉണ്ടായ സമയത്ത് നടന്ന കലാപമൊക്കെ ഒന്ന് ഓർത്താൽ കൊള്ളാം. ഇത് ഇവിടെ കേരളത്തിൽ വില പോകില്ലെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം. ഈ അജണ്ട നിങ്ങൾ തിന്നാൻ കൊടുത്തത് ഉത്തരേന്ത്യക്കാർക്കാണെന്ന് നമുക്ക് നന്നായി മനസ്സിലാക്കും. മുസ്ലിം വിരുദ്ധത ഉണ്ടാക്കി ഭിന്നിപ്പിച്ച് ഭരിക്കാൻ ശ്രമിക്കുന്നത് രാജ്യോധപതനത്തിന് കാരണമാകും. സിനിമ ഒരു വലിയ മീഡിയം ആൻഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം കൂടിയാണ്. അതുവഴി പൊതുജനങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു കയറാൻ സാധിക്കും. വിജയിയുടെ വരെ വിജയം അതിന് കാരണമാണ്. ഇവിടെ നമ്മൾ എല്ലാ മതങ്ങളെയും സ്വീകരിക്കാറുണ്ട്. അന്യമത കല്യാണം വരെ നടത്താറുമുണ്ട്, നടത്തി കൊടുക്കാറുമുണ്ട്. അഭയം തേടി വരുന്നവരെ സ്വീകരിക്കാറുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. ഡേ യു കിക്ക് ഔട്ട് ഇസ്ലാം ഫ്രം ഇന്ത്യ, യു ബിക്കം ബ്രാഹ്മൺ, ദളിത്, ക്ഷത്രിയ, നായർ ആൻഡ് സോ ആൻഡ് സോ. ഉത്തരേന്ത്യയിലെ അപ്പർ ഹിന്ദു മാടമ്പികളിൽ ലോവർ കാസ്റ്റ് ദരിദ്രം ഈ സിനിമ കണ്ടാൽ വിശ്വസിക്കും. അവർക്ക് കേരളത്തോടും ഇസ്ലാമിനോടും വെറുപ്പുണ്ടാകും. ചാണകത്തിൽ വീണ് പരിഷ്കരിച്ച മാപ്പ് വരെ നിങ്ങൾ കാണിച്ചു. എന്നിട്ട് എന്ത് വേണം? കേരളത്തിലുള്ള നിങ്ങളുടെ നേതാവൊക്കെ ഇതാണ്. ശബരിമലയെ വ്രതം എടുത്ത് പോയി ശംഭു വയ്ക്കണ നേതാക്കന്മാര് വേറെ എവിടെയും കാണൂല. അനിയന്മാര്, നിങ്ങൾ കേരളത്തിൽ ഒരു മഞ്ഞ ചേരയാണ്. പാമ്പിന്റെ രൂപമാണെങ്കിലും ചേരയാണ്. ചേരയെ കണ്ടു പേടിക്കുന്നവർ ഇവിടെ പാതിയിൽ പകുതി. മതം ഉപേക്ഷിക്കൂ, മനുഷ്യരാകൂ എന്നൊന്നും ഞാൻ പറയുന്നില്ല. മതമുള്ള നല്ല മനുഷ്യരായി ജീവിക്കും. ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെയും അജണ്ടകളെയും വിശ്വസിക്കാതിരിക്കൂ. അതോടൊപ്പം തന്നെ നിർബന്ധിത മതപരിവർത്തനങ്ങളെയും ലവ് ജിഹാദുകളെയും കൈകൊട്ടി പാട്ടുകളെയും അത്ഭുത ചികിത്സകളെയും ഉപദ്രവം ഉണ്ടാക്കുന്ന എല്ലാ മാരക വിഷങ്ങളെയും ഒരു ഒറ്റ സൊസൈറ്റി എന്ന നിലയിൽ നമ്മൾ എതിർക്കേണ്ടിയിരിക്കുന്നു. സോ ജയ് ഹിന്ദ്, രാജ്യമാദ്യം, സമാധാനം മുഖ്യം. അപ്പൊ ശരി ഗൈസ്, നമുക്ക് മറ്റൊരു വീഡിയോയുമായി ഇനിയും കാണാം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ നമ്മൾ ഇനിയും കാണും. നോക്കി വാങ്ങിയതാ. സൂപ്പർ തമിഴ് നീ ഉണ്ടാക്കിയതാണ് മോനെ കലേഷേ. നീ ആ തേങ്ങ കൂത്തു കൂട്ടി പിടിക്കി നോക്കിന്ന് സ്വർഗം കാണും. നീ സ്വർഗം. കലാസ്നേഹികളെ, ഇറങ്ങിപ്പോടും. ഇപ്പടി ചവിട്ടരുത് തന്നെ, ഞാൻ പറഞ്ഞിട്ടില്ലേ? मैं बोलूंगा तो हमारा देश में വടക്കേ ഇന്ത്യ ഭാഗത്തുള്ള ഏക് ഭായി സുബഹുമേ കുറച്ച് ഗോമൂത്രം, ചാണകം, ഗുട്കയും പാൻ മസാലയും സമ്മിശ്രിതം ചേർത്ത് അടിച്ച് പുഴുത്തിരുന്ന് കിക്കായി എഴുതിയ കഥയാണ് ഈ പരമസുന്ദരി. ഈ ഫിലിം കാ തുടക്കം തന്നെ കിത്തന വിരോധാഭാസം ഹേ. നോക്കൂ, വുഡ്ലാൻഡിന്റെ ഷൂസും മുണ്ടുമുടുത്ത് ഓടി വരുന്ന നായകന്റെ പുറകെ കുറെ മല്ലന്മാര് വരികയാണ്. അക്കൂട്ടത്തിൽ ഞാൻ നോക്കിയപ്പോ തേണ്ട വെളിച്ചപ്പാട് ചെയ്ത് ഓടുന്നു. എടെ നാട്ടുകാരെ ഇവനെയൊക്കെ ഓടിക്കുമ്പോഴത്തേക്ക് വെളിച്ചപ്പാട് എന്തിനടേ? കഥാപശ്ചാത്തലം ആലപ്പുഴ ആയതുകൊണ്ട് പാടവരമ്പൊക്കെ ഓക്കെയാണ്. എടുത്ത് ചാടിയടാ നീ. ആലപ്പുഴ കായലി വീണ ഇനി കടവന്തര പാലത്തിനടി നോക്കിയാൽ മതി നിന്നെ. നമ്മുടെ നായകൻ വളരെ അധികം ജീവിതം കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു ജീവിയാണ്. രാവിലെ എണീക്കണം, സിക്സ് പാക്ക് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, നല്ല ഉടുപ്പിടണം, വാച്ച് കെട്ടണം, ലക്ഷറി കണ്ണാടി വെക്കണം, പപ്പയുടെ പൈസയൊക്കെ ആവശ്യത്തിന് ചെലവഴിക്കണം. പക്ഷെ എനിക്ക് ബിസിനസ്സിനൊക്കെ ഭയങ്കര താല്പര്യമാണ്. പപ്പാക്ക് മോനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് അത്ര ഇഷ്ടമല്ല. ഇങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, AKA നെപ്പോ. എടാ ഒരു ഹിപ്പ് വേണമെങ്കിൽ വെള്ളത്തിൽ കിടന്നതെന്ന് തുമ്മിക്കെങ്കിലും ചെയ്യണം. അത് കണ്ട ആൾക്കാർക്ക് ഒരു സന്തോഷമെങ്കിലും ഉണ്ട്. അങ്ങനെയെങ്കിലും അവന്മാരൊന്നും അനങ്ങുമല്ല. നീയൊക്കെ എന്താടാ ചെയ്യണം നെപ്പോകളെ? ഇത് തന്തയുടെ തള്ളരെയും പേര് വഴി സിനിമയിലേക്ക് വന്ന എല്ലാ നെപ്പുകൾക്കും എന്റെ വക ഒരു ഇവൻ നെപ്പാണെന്ന് അറിയാന്നുള്ള തന്ത പറഞ്ഞ് പണിയൊന്നും എടുക്കണ്ട, ആകെ പറ്റിയ പണി ഞാൻ പറഞ്ഞുതരാന്ന് പറയും. അത് തന്നെ എവിടെയെങ്കിലും പോയി അലമാരയായിട്ടങ്ങ് ഇരുന്ന് അവിടെ ഇരുന്ന് പ്രോട്ടീൻ ഷേക്ക് അങ്ങോട്ട് കൂട്ടും. പിന്നെ പ്രോട്ടീൻ ഷേക്ക് ഉണ്ടാക്കി തന്നെ സെർവന്റ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇങ്ങനെ ഹൈ ലക്ഷറി ലൈഫിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന നമ്മുടെ നായക പെട്ടെന്ന് ദിവസം കേരളത്തിൽ വരാൻ തീരുമാനിക്കുകയാണ്. സൈഡിലൊരു പാജി തലയിൽ എന്തൊരു കെട്ടി ചക്ക പഴിപ്പിക്കാൻ വെച്ചേക്കണം. നോ വേണ്ട, വി വോണ്ട്
ഡിസ്റെസ്പെക്ട്. നമ്മൾ മലയാളികൾ അല്ലെങ്കിലും നിങ്ങളെന്ന് കളിയാക്കാറില്ല. വി ഡോണ്ട് ഹാവ് സൗത്ത് ഇന്ത്യ ഓർ നോർത്ത് ഇന്ത്യ ഹിയർ. വി ഓൺലി ഹാവ് ഇന്ത്യൻസ്. യെസ്, വി ഡു ഹാവ് ഡിഫറൻസ്, ബട്ട് വി ആർ നോട്ട് നെഗ്ലിജന്റ്. ആൻഡ് ആൾസോ വി റെസ്പെക്ട് ഉദ്ധവ് സിംഗ്, യുവരാജ് സിംഗ്, സിക്കന്ദർ സിംഗ്, മല്ലു സിംഗ്, ഭഗത് സിംഗ് ആൻഡ് ആൾസോ ഹണി സിംഗ്. സോ നിങ്ങളെ പോലെ പുത്തിയില്ലാത്ത കളിയാക്കലും നമ്മൾ ഇവിടെ ചെയ്യൂല കേട്ടാ. ബിക്കോസ് നായകനും കൂട്ടുകാരനും കൂടെ ആദ്യമായി കേരളത്തിൽ കാലെടുത്ത് കുത്തുമ്പോഴേ ഫോർച്യൂണർ 4x4 ടാക്സി പെർമിറ്റ് എടുത്ത് ടാക്സി ആയിട്ട് ഓടിക്കുന്ന റിച്ച് ആയിട്ടുള്ള ഡ്രൈവർ കള്ളും കുടിച്ച് വണ്ടി ഓടിച്ച് കൊണ്ടുപോയി ഇടിച്ച് കയറ്റുകയാണ്. ഈ വിടക്കന്മാരുടെ വിചാരം ഇവിടെയുള്ള മലയാളികൾ രാവിലെ തന്നെ എണീച്ച് വെളിക്കിരിക്കുമ്പോൾ മല നോക്കുമ്പോ ഏതിലൊരു പനയോ തെങ്ങോ കൊണ്ട് അപ്പൊ തന്നെ അതിൽ കയറി കള്ള് എത്തി കള്ള് കുടിക്കണമെന്നാണ്. ഇനി ഞാൻ ഒരു സത്യം പറയട്ടെ, നമ്മള് മലയാളികൾക്ക് നിങ്ങളെ നോർത്ത് ഇന്ത്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സിഗ്നലിന്റെ മുന്നിൽ തെണ്ടാൻ നിൽക്കണ ഒരു വീടിന്റെ അടുക്കള വശത്തൂടെ വന്നിട്ട് കലവും ചട്ടി അടിച്ചുകൊണ്ട് പോണ ഒട്ടത്തികളാണ്. അങ്ങനെ ഒരു പ്രതിഭാസം നിങ്ങളെ നാട്ടിൽ ഇല്ലല്ലോ. ഇനിയിപ്പോ ഉണ്ടെങ്കിലും അത് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുകയില്ലല്ലോ. അപ്പൊ പിന്നെ നിങ്ങൾ ഈ കാണിച്ചത് ശുദ്ധ ഉത്തരവല്ലേ? ഏടാ ഇവിടുത്തെ കുടിയന്മാരൊക്കെ നല്ല സ്വയംഭ സാധനം ഒന്ന് വാങ്ങിച്ചു അടിക്കുന്നു. കള്ള് ഷാപ്പിലൊക്കെ കള്ളു കുടിക്കും. ഇപ്പൊ ഫുഡ് ബ്ലോഗേഴ്സ് മാത്രമേ പോകൂ. മാരൊക്കെ എവിടെ നട. എന്നിട്ടോ വണ്ടി ബ്രേക്ക് ഡൗൺ ആയപ്പോഴത്തേക്കുമേ വേറൊരു വണ്ടിയും കിട്ടാതെ മണിക്കൂറുകളോളം രണ്ടുപേരും കൂടി ഇങ്ങനെ റോട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാ നിന്നെയൊക്കെ ആ ഡ്രൈവർ പറ്റിച്ച്. മൊണ്ണകളെ ഇവിടെ നാഷണൽ ഹൈവേയുടെ പണി നടക്കുകയാണ്. നിന്നെയൊക്കെ ഇതുവരെ ഉദ്ഘാടനം കഴിയാത്ത ഏതാ പാലത്തിന്റെ മുകളിലാണ് കൊണ്ട് നിർത്തിയെന്ന് തോന്നുന്നു. അല്ല, അത് ആലപ്പുഴ 5 മിനിറ്റ് ബസ്സുള്ള സ്ഥലത്ത് നിനക്കൊക്കെ വണ്ടി ഇട്ടില്ലെന്ന് പറഞ്ഞു. ഇത് സൊമാലിയിലെ ഏതാ കേരളം ഉണ്ടാ? നമ്മുടെ ഇന്ത്യയിലെ കേരളം ഇങ്ങനെ അല്ല. സൊമാലി എന്തിനാ പറയണ? സൊമാലി ചെന്ന നല്ല ശുദ്ധവായു ശ്വസിക്കുക. അതിപ്പോ ഡൽഹിയിലൊക്കെ ചെന്നാ ഉണ്ടല്ലോ, യോ ചുമക്കുമ്പോ വായിന്ന് മണ്ണ് വരും. അങ്ങനെ കാലങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം അവർക്ക് ഒരു KSRTC ബസ് കിട്ടുകയാണ്. അതിനകത്താണെങ്കിൽ വംശനാശം വന്ന കുറെ മനുഷ്യരുടെ ചാക്കരയാട്ടം. ബസ്സിന്റെ അകത്തെ ഞെരിക്കും കാരണം അവന്റെ ആരും ജീൻ വരെ ഇറങ്ങിപ്പോയെന്ന്. അത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ അവരതും തീരുന്നുണ്ടോ? കേരളത്തിൽ വന്നിറങ്ങിയതുമേ നെറ്റ്വർക്ക് ഒക്കെ പോയെന്ന് ഫോണില്ല. അതേ ഇവിടെ നെറ്റ്വർക്കും ഇല്ല, അവിടെ ശൗചാലയവും ഇല്ല. ഇനി ഇവന്മാർ തേക്കപ്പെട്ട സുന്ദരി ദാമോദരൻ പിള്ളയുടെ ഹോം സ്റ്റേ ചോദിച്ചാണ് വരുന്നത് കേട്ടോ. അവിടെയാണ് ഇവന്മാർ തങ്ങാൻ തീരുമാനിക്കുന്നത്. വഴി ചോദിച്ചതുമേ നാട്ടുകാരൊക്കെ അവന്മാരോട് പറയുകയാണ്, എന്ന് വെച്ചാൽ സുന്ദരിയുടെ അടുത്ത് ജ്യാദ വെള്ളത്തിലെടുക്കരുതെന്ന്. ഇതില് ലങ്ങേരല്ലേ? ഞാൻ ഇങ്ങനെ പേര് മറന്നുപോയല്ല. ഈ പുള്ളിക്കെന്ന് പറഞ്ഞാൽ ഈ പുള്ളിക്ക് വഴി പറഞ്ഞു കൊടുക്കാൻ അറിഞ്ഞൂടാ. ഇംഗ്ലീഷിൽ വഴി പറഞ്ഞു കൊടുക്കണമല്ലോ. തീരെയും ഇംഗ്ലീഷ് സംസാരിക്കാത്ത ഇല്ലിറ്ററേറ്റ് ഫെലോസ് ആണല്ലോ നമ്മുടെ കേരളത്തിലുള്ളത്. ഇതിനെപ്പറ്റി ഞാൻ എന്താണ് പറയേണ്ടത്? ശരിക്കും നമ്മൾ മലയാളികൾ ആക്ച്വലി വന്നാൽ ഒരുപാട് ഇംഗ്ലീഷ് അങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരല്ല. നല്ല വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ട്, പക്ഷേ ലാംഗ്വേജ് വൈസ് നമ്മൾ കുറച്ച് പുറകിലോട്ടാണ്. അത് ഞാൻ പറയും. നമ്മൾ ഹിന്ദിയും അധികം അങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരല്ല. ബട്ട് ഇപ്പോൾ ഗൾഫിലൊക്കെ പോയിട്ട് വരുന്നവർ ഹിന്ദിയും അറബിക്കും ഇംഗ്ലീഷും ഒക്കെ അനായാസം പറയുന്നവരുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും പൊതുവെ ഇംഗ്ലീഷിനോട് പണ്ടേ നമുക്കൊരു വിരസതയുണ്ട്. അത് സത്യമല്ലേ? എനിവേസ് അങ്ങനെ അവസാനം നമ്മുടെ നായകൻ ഹോം സ്റ്റേയിൽ എത്തുകയാണ്. അവിടെ അതായിരിക്കുന്നു ഒരു ചൈനീസ് ഭരതനാട്യം ഫ്യൂഷനാണ് ഗൈസ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എടാ മൈത്താണ്ടികളെ, ഭരതനാട്യത്തിൽ എവിടെയാ വീശറി? ഭരതനാട്യം കളിച്ച് ചൂടെടുക്കുമ്പോൾ എടുത്തു വെച്ച് വീശാനാ. നിന്നെയൊക്കെ കൊണ്ട് കൊറോണ വരുമ്പോ പാത്രം കൊട്ടാനേ അറിയാം. ഒരു കാര്യം പഠിച്ചിട്ട് കൃത്യമായിട്ട് ചെയ്യരുത്. അതും പൊറഞ്ഞിട്ട് സ്വന്തമായി ഇറക്കണ സിനിമകളോ ഇങ്ങനെ. ഇവിടെ ഇറങ്ങുന്ന നല്ല പടങ്ങളെല്ലാം കൂടി അടിച്ചു മാറ്റി അവിടെ കൊണ്ട് റീമേക്ക് ചെയ്തിട്ട് അതിനെ നശിപ്പിച്ചു വെക്കും. നമ്മളാണ്ട് ഒന്നും പറയണില്ല, നമ്മൾ പാവങ്ങളാണ്, അതുകൊണ്ടാണ്. ചവിട്ട് പഠിക്കല്ലേ, ഇവളെ മോന്തക്കിട്ടാണ് കൊടുക്കാനുള്ള. കൊരങ്ക നിറഞ്ചി പോടോന്ന. ഇവളെ വായിക്കാത്ത ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഇട്ട് കൊടുത്താലും ഇവള് പറയണ മലയാളം മറാഠിയായിട്ട് തോന്നുള്ളൂ. അത്രയ്ക്ക് വൃത്തിയായിട്ട് മലയാളം. തേക്കപ്പെട്ട സുന്ദരി മലയാളിയാണ്. അത്രയും മലയാളി. കക്കൂസി പോകുമ്പോഴും മുല്ലപ്പൂവും വാക്കത്തിയായിട്ട് പോണ ഒരു പെണ്ണ്, പിന്നിയിട്ട മുടി, പ്ലാസ്റ്റിക് സർജറി ചെയ്ത മോന്ത, ലിപ്സ്റ്റിക് ഇട്ട് മുല്ലപ്പൂ മൂക്കുത്തി ഇട്ട് കഴിഞ്ഞാൽ മലയാളി പെണ്ണാവടാ പന്ന. അവിടെ വലിയൊരു തൂഫാൻ വന്നപ്പോ ഇന്റർനെറ്റ് പോയെന്ന്. ഇടിയും മഴയും വരുമ്പോഴത്തേക്കും കറണ്ട് പോയെന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. ഇന്റർനെറ്റ് പോയെന്നൊക്കെ പറഞ്ഞാൽ അത് కొంచెం ഓവർ തന്നെ. BSNL ആയിരിക്കും. ഇനിയിപ്പോ അതാണെങ്കിൽ എന്റെ ഓഫീസൊക്കെ നോർത്ത് ഇന്ത്യയിലാണ്. ഞാൻ ഒന്ന് മോദി വിളിച്ച് പറട്ടെ ശരിയാക്കി തരാൻ. ഓക്കെ. അമ്മോ തേക്കപ്പെട്ട ഒരു താഴെ ഇരുന്ന് അമ്മൂന്ന് നീട്ടി വിളിക്കുമ്പോ അവളെ അനിയത്തി കോണിപ്പിടിയിൽ പ്രത്യക്ഷപ്പെടും. ഇനി നായകൻ ബെഡ് എത്ര കംഫർട്ടബിൾ അല്ല, കുറച്ചുകൂടി നല്ലൊരു മാട്രസ് കിട്ടുമെന്ന് ചോദിക്കുമ്പോഴേ നടു നിവർത്താൻ ബെസ്റ്റ് പരമ്പാണ് അത്രേ. എടാ നിങ്ങളിത് എന്തൊക്കെയാടാ കാണിച്ചു വെച്ചേക്കണ ഇതിനകത്ത്? ആ മുംബൈയിലേക്ക് ചെന്ന കക്കൂസില്ലാത്ത ഒറ്റ മുറിയിൽ 30 പേരൊക്കെയാണ് താമസിക്കണം. അവിടെ ഉള്ളവരൊക്കെ ഇവിടെ വന്ന് പരമ്പ് പോകാൻ കാശില്ലാത്തോണ്ട് തോർത്ത് വിരിച്ചാണ് റോട്ടിൽ കിടന്ന് ഉറങ്ങണ. നീയൊക്കെ ഇതുവെല്ലാം കണ്ടിട്ടാണ് മലയാളികളും കേരളത്തിലുള്ളവരും പരമ്പ് വിരിച്ചാണ് കിടന്ന് ഉറങ്ങണെന്നൊക്കെ പറഞ്ഞ് സിനിമയിൽ കാണിച്ചു വെച്ചേക്കണ. എടാ സ്വന്തം മൂക്കിന് താഴെ ഇരിക്കണ രോമോങ്കിലും ഒന്ന് എണ്ണി
എന്നെ തിട്ടപ്പെടുത്ത്. ഓ ഐം സോറി ഗൈസ്, ഇവരെല്ലാം മിസ്ത്രി മൂഞ്ചികളാണ്. ഇവര് താടി മീശ വെക്കാറില്ലല്ലോ. അല്ല, ഈ സിനിമയിൽ ഇവിടെയും കട്ട മീശയും താടിയും വെക്കണ കണ്ടില്ല. അതിന്റെ റെഫറൻസ് കൂടി ആകാരുന്നല്ലോ. പിന്നെ ഈ നാട്ടില് മൊബൈലിന് റേഞ്ചേ ഇല്ലത്രേ. തെങ്ങിന്റെ മുകളിൽ കയറി നിന്ന് കോൾ ചെയ്യുന്ന ഒരു മനുഷ്യൻ, അതുകൊണ്ട് കൗതുകപ്പെടുന്ന നായകൻ. എടാ, ഇവിടെയൊക്കെ പണിയെടുക്കണ ഏതെങ്കിലും ഹോട്ടലിലെ ബംഗാളി എടുത്തെങ്കിലും ഒന്ന് റെഫറൻസ് ചോദിച്ചുകൂടായിരുന്നാണ്. അവന്മാര് പറഞ്ഞു തരുന്നില്ല കേരളത്തെ പറ്റി. പോരാഞ്ഞിട്ടും ഇവിടെ ഭയങ്കര കൊതുവാണെന്ന്. അല്ല, അത് കൊച്ചി ഭാഗം ആലപ്പുഴ ഭാഗത്തൊക്കെ പോയ ചിലപ്പോ കൊതുവൊക്കെ കടിയും കേട്ടാ, അത് സത്യം. അങ്ങനെ ചുമന്ന ടീഷർട്ടും ഷോർട്സും ഷൂസും ഒക്കെ ഇട്ട് രാവിലെ ജോഗിങ് ഇറങ്ങുന്ന നായകനെ ഒരു സ്ത്രീ വന്ന് മുട്ടുകയാണ്. അയ്യോ, അവൾ അവന്റെ മസിലൊക്കെ തൊട്ട് നോക്കി ഉമ്മ വേണോ ഇന്ന് എടുത്തോ, എന്നെ വേണോ ഇന്ന് എടുത്തോ, കിടന്നങ്ങ് കുഴയാണ്. ഇവള് നിംഫോ വേണ്ടാ. എടാ, ഇതൊക്കെ എന്തോന്ന് എഴുത്തട ഇത്. ഇവിടുത്തെ പെണ്ണുങ്ങളെ നോർത്ത് ഇന്ത്യൻസിനെ കണ്ടങ്ങ് ഒട്ടാൻ നടക്കണെന്നാണ്. എടാ പഴവുണ്ണി, ഞാൻ വീണ്ടും പറയണേ, നോർത്ത് ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ബംഗാളികളാണ്. സത്യമായിട്ടും അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും ഇല്ലേ മച്ചു. ആരോ നിങ്ങളെ പറഞ്ഞ് പറ്റിച്ചിരിക്കുകയാണ്. എനിക്ക് അറിയാന്നുള്ളതുകൊണ്ട് പറയണം, മലയാളി പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാല് ഭയങ്കര അഹങ്കാരികളാണ്. നിന്നെയൊക്കെ അവളുമാര് കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കൂല. പിന്നെ ഒട്ടാൻ പോയിട്ട് ഒരു ഒപ്പ് പോലും കിട്ടില്ലല്ലോ നിന്നെയൊക്കെ വിശ്വസിച്ച അവളുമാര്. പെട്ടെന്നതാ അവിടെ വായു ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയാണ്. പുള്ളി ബുള്ളറ്റിലാണ് വരുന്നത്. ബുള്ളറ്റിന്റെ ടയറിലും കാറ്റ്, അണ്ണന്റെ ദേഹമാസകലവും കാറ്റ്. എങ്ങനെയുണ്ട്? എടാ, നിന്നെ നാട്ടുകാരി പിടിച്ച് നിർത്തിയില്ലെങ്കിലും അത്ഭുതമുള്ളൂ. ഒരു ചുമന്ന ഫ്ലൂറസിന്റെ ടീഷർട്ട്, പണ്ട് 2000 കാലഘട്ടത്തിൽ വെയിലുള്ളായിരിക്കാൻ സഹീർക്കാൻ വെച്ച കണ്ണാടി എടുത്ത് മോന്തെ വെച്ച് ചെവിയില് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റും കുത്തിക്കെട്ടി നീല നിക്കർ വിട്ട് ടൗണിൽ കിടന്ന് ഓടിക്കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ പിടിച്ച് നിർത്തൂലേ? എവനും വല്ല കാളയും കുത്തുന്ന ഭാഗ്യം. അതൊരു പവിത്രമായ ടൗൺ ആണ് അത്രേ. അതുകൊണ്ട് പണിക്കർ സാർ അപ്പൊ തന്നെ MCRന്റെ ഒരു ഡബിൾ മുണ്ട് വാച്ച് ഇവനെ അങ്ങ് ഉടുപ്പിക്കും റോട്ടി വെച്ച്. എന്നിട്ട് അവിടെ ഉള്ള എയർ മൊത്തം ഒറ്റ ശ്വാസത്തിൽ വലിച്ചേറ്റിട്ട് ഊതി വിട്ടിട്ട് അങ്ങ് പോകും. ആണ്ട് ഇത് മറ്റേ ആരാധികേ ആ കൊച്ചല്ലേ ഇത്. ഇതിനകത്ത് ഗസ്റ്റ് റോൾ വന്നിരിക്കും അല്ലേ? ഇനി നിങ്ങൾ ഈ സീൻ ഒന്ന് കണ്ടു നോക്കേ. തൊട്ടു കണ്ടിൽ വെച്ച് കൂടെ പോണേ നീ തൊട്ടയാളുടെ കോക്കോ. ഞാൻ പിന്നെ പറയല്ല, പറഞ്ഞ കൂടി പോകും. കഞ്ഞോ കൊച്ചേഞ്ഞ എന്റെ അമ്മൂമ്മയുടെ. കേരള മലയാളം മോഹൻലാൽ, തമിഴ്നാടു തമിഴ് രജനികാന്ത്. വെയിറ്റ്, അവിടെ വെയിറ്റ്, അതെന്തോന്നാ ആദ്യം കാണിച്ചത്? കേരള മലയാളം മോഹൻലാൽ. എടേ, മോഹൻലാൽ ഏതോ പള്ളിയില് മുക്രിയാണെന്നാണ് ഇവര് വിചാരം തോന്നുന്നത്. കണ്ടില്ലേ, മോഹൻലാൽ എന്ന് പറയുമ്പോ കൈ മുകളിലോട്ട് വെച്ച് ദുആ ചെയ്ത് പടച്ചോനെ പ്രാർത്ഥിക്കണം. പിന്നെ നമ്മുടെ തേക്കപ്പെട്ട സുന്ദരി ഒരു മലയാളി പെൺകുട്ടിയാണല്ലോ. കേരളത്തിലാണെങ്കിൽ ആവശ്യം പോലെ തെങ്ങും. സോ ഇവിടുത്തെ പെൺകുട്ടികളെല്ലാം മരം കയറികളായിരിക്കണം. നിശ്ചയമായും അവർക്ക് മിനിമം ഒരു തെങ്ങെങ്കിലും കയറാൻ പറ്റണം. അമ്മോ, ഇതുപോലെ ഏതെങ്കിലും മലയാളി പെണ്ണുങ്ങൾ ഇവിടെ തെങ്ങിന്റെ മുകളിൽ ഇങ്ങനെ കപ്പിയിരിക്കണ കണ്ട അത് കണ്ട പയ്യന്മാരെ അപ്പ തലയിറങ്ങി വീഴും. ഒരു തേങ്ങ മാത്രം കുടുംബത്തിന് പുറത്താക്കി അവക്ക് വെട്ടാൻ വേണ്ടി കുടുംബകലഹം ഉണ്ടാക്കി മാറി തേങ്ങയിരിക്കും അത്. സുഹൃത്തുക്കളെ, വായു ഭഗവാൻ ഇതിനകത്ത് കളരി ആശാനാണ്. അദ്ദേഹത്തിന്റെ ഏർത്തനാടൻ കളരിയിൽ നായികയും കൂടി വരികയാണ്. എന്നിട്ട് ഇന്നേ വരെ ജീവിതത്തിൽ വെള്ളം അടിച്ച് പിടുത്താവന്റെ വാള് പോലും കാണാത്ത നായകനെ 30 വർഷം ഒറ്റയ്ക്ക് നിന്ന് കളരി പഠിച്ച ഒരുത്തനെ ഉറമയും പരിചയമൊക്കെ എടുത്ത് കറക്കി തോപ്പിക്കുമെന്ന്. ചുമ്മാ ഏറ് വലിച്ചു വിടാൻ മാത്രം പഠിപ്പിച്ചാൽ പോരാ പിള്ളേരെ. വല്ലപ്പോഴൊക്കെ വാളെടുത്തിട്ട് കറക്കെങ്കിലും കറക്കാൻ പറയണം. ഇനി അതിനിടയിൽ ഉറുമെടുത്ത് കറക്കി ദേഹത്ത് മുറിവ് വീഴുന്ന നായകൻ തല ഇറങ്ങി വീഴുമേ. അപ്പൊ അങ്ങ് ആലപ്പുഴയിൽ നിന്ന് ആതിരപ്പള്ളിക്ക് പോയിട്ട് കമ്മ്യൂണിസ്റ്റ് പച്ച വരച്ച് വെച്ചു കൊടുക്കും. അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പച്ച ചീരയാടേ, ചീരയായിരിക്കും അല്ലേ? പിന്നെ കേരളത്തിൽ വന്ന സ്ഥിതിക്ക് എന്തായാലും ആനയെ കാണിക്കണമല്ലോ. ഇവിടുന്ന് ഒരു മുടി ബോബ് ചെയ്ത് ആനയെ പിടിച്ചോണ്ട് വന്നിട്ട് അതിന് കൊടുക്കും ഈ സിനിമയിൽ 2 ഷോട്ട്. ആന ഇങ്ങനെ അല്ലല്ലോ വിളിക്കുന്ന. എനിവേ, പിന്നെ കുട്ടനാടൻ ഫുഡ് ഇച്ചിരി എരിവുള്ള സാധനമാണെന്ന് അവന്മാരിനകത്ത് കാണിച്ചിട്ടുണ്ട്. അത് മാത്രമാണ് കുറച്ചെങ്കിലും ആക്യുറേറ്റ്. അവളെ തലയിൽ എന്താ മുല്ലപ്പൂ, ഇങ്ങനെ മുല്ലപ്പൂ വയറിളക്കി തെറിച്ച ഒരു വെറൈറ്റിക്ക് തലയിൽ കുറച്ച് ഉഴുന്നുവട കൊരുത്ത് വെച്ചുകൂടി. ഇഷ്ടം പോലെ ഉഴുന്നുവട ഇവിടെ കിട്ടുമേ. ഒരു പാതിരാത്രി അവരങ്ങനെ ഒരു ചർച്ചിനകത്ത് പോകുകയാണ്. അല്ല, ഇത് ഏത് പാതിരാത്രി ചർച്ച തുറന്നു വെച്ചേക്കണ അവന്മാർക്ക് കയറി പോകാനായിട്ട്? എപ്പോഴേ താഴിട്ട് പൂട്ടി കാണും. പാതിരാത്രിയെ ചർച്ചിനകത്ത് കയറിട്ട് 2 കൂടെ കിടന്ന് ഡാൻസ് കളിക്കണം. അതും പോരഞ്ഞിട്ട് അതിനകത്ത് വെച്ച് കുൽസിക്കാൻ നോക്കണം. എന്തിനാ ഇത്? എടാ, അവിടെ കുരിശിരിക്കണ യേശുവിന്റെ കണ്ണീന്ന് വെള്ളം വന്ന് കാണും. പിന്നല്ലാതെ 2 പറയേണ്ട ഇതൊക്കെ കാണിച്ചു കഴിഞ്ഞാ മുണ്ടൊക്കെ എടുത്ത് മൂക്കപ്പൊടിയൊക്കെ വലിച്ച് അവരുടെ പ്രണയം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ നായകൻ ഒരു തെറ്റിദ്ധാരണ മനസ്സിലാകുന്നത്. നായികയ്ക്ക് ഓൾറെഡി ഒരു കസിൻ പയ്യനെ വിട്ട് കല്യാണം ഉറപ്പിച്ചതാണ്. അത് ഇവിടെ വെച്ചങ്ങ് നിശ്ചയിക്കുകയും ചെയ്തു. തലയിൽ മുൽക്കിരീടം എടുത്ത് തിരിച്ചു വെച്ചേക്കണല്ല. പിന്നെ ഉണ്ടല്ലോ ഗൈസ്, ആ നാട്ടിൽ നടത്തുന്ന ഒരു ഒളിമ്പിക്സ് പരിപാടി ഉണ്ട്. ഒളിമ്പിക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്പൂണിൽ നാരങ്ങ കൊണ്ട് ഓട്ടം. ഇത്രയും വലിയ ബജറ്റ് ഉണ്ടാക്കി ഇത്രയും വലിയ സിനിമ നീയൊക്കെ എടുത്തിട്ട് നിനക്കൊക്കെ വടംവലി കാണിച്ചു വിടുന്നടാ. അതെങ്ങനെ പറ്റും? നിന്നെ കൊണ്ട് ഇതല്ലേ പറ്റും. വടം വലിക്കണമെങ്കിൽ നല്ല ചങ്കൂറ്റം വേണം. അങ്ങ് വടക്കേന്റെ വടാപ്പാവം കഴിച്ച് ഇവിടെ ഒന്ന് വടം വലിച്ച നടുവൊടിഞ്ഞ് കിടക്കും. ചുമ്മാ ഒരു സർക്കാസായിട്ട് എടുത്താൽ മതി അത്.
ഇത്രയും നേരമായിട്ട് ഇത് എന്തുകൊണ്ട് നടൻ ചെയ്തില്ല എന്ന് ഞാൻ ആലോചിച്ചതേ ഉള്ളൂ. ഈ സിനിമയിലെ നായികയുടെ തലയിലെ മുല്ലപ്പൂ നാറാണത്തെ ഭ്രാന്തിന്റെ കാലിലെ മന്ത് പോലെയാണ്. എപ്പോ നോക്കിയാലും കാണും, എന്ത് ചെയ്താലും പോകില്ല, ഏതെങ്കിലും ഒരു പൊസിഷനിൽ എപ്പോഴും മാറി മാറിയിരിക്കും. വരൂ ഗൈസ്, കുറച്ച് ഭരതനാട്യം ആവാം. അങ്ങനെ അവരുടെ കല്യാണ തലേ ദിവസം വന്നെത്തുകയാണ് ഗൈസ്. അപ്പൊ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് ഇവിടെ ഡാൻസ് കളിച്ചിരിക്കണം. നീ എന്താ ഒന്നു കാണിക്കണം അടുത്ത്? ഈടാ അവളെ കല്യാണമെന്ന് നാളെ, തൊട്ടപ്പുറത്ത് അവളെ കെട്ടാൻ പോണു. അല്ലതിന് അവക്കൊരു ബോധം വേണ്ടേ? സ്വന്തം കല്യാണത്തിന് വന്നിന്ന് ഐറ്റം ഡാൻസ് കളിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത സുന്ദരി എന്നെ കൊച്ചേ നീ. ഇനി ദേണ്ട, നിങ്ങൾ ഈ സീനൊന്ന് ശ്രദ്ധിക്കൂ. ഇതിനെ നല്ല ഉഗ്രനായിട്ട് മൂർച്ഛിച്ച് നിൽക്കുകയാണ്. ഇപ്പൊ പിടിച്ച് ഏതെങ്കിലും കോഴി കൂട്ടിക്കൊണ്ട് അടച്ചു കഴിഞ്ഞാൽ മുട്ടയിടും. സ്ക്രിപ്റ്റ് റൈറ്റർ നീ കുറച്ച് ഫയറൊക്കെ വായിക്കണ കുറെ കേട്ടാ, നിന്റെ എഴുത്തിലും അത് കാണാം. ഗൈസ്, നമ്മുടെ നോർത്ത് ഇന്ത്യയിലെ നായികമാരെല്ലാം കൂടി കേരളത്തിലെ ചുണ്ടൻ വള്ളം കളിക്ക് വേണ്ടി അങ്ങ് ഇറങ്ങുകയാണ്. എന്തായാലും നായികനെ വേറൊരുത്തം കെട്ടി ഈ കപ്പെങ്കിലും അടിച്ച് നാട്ടിൽ പോകുന്ന ധരിച്ച് അവ അങ്ങ് ആഞ്ഞു തുഴയാൻ തുടങ്ങും. സാധാരണ രീതിയിൽ വള്ളം തുഴഞ്ഞിട്ടേ പോണില്ല. അതുകൊണ്ട് നമ്മുടെ നായകന് ഒരു പ്രത്യേകതര ഐഡിയ തോന്നും, ഒരു ഹിന്ദി പാട്ടങ്ങ് പാടുക. എടാ മരമുണ്ണകളെ, ഇവിടെ വള്ളം തുഴയുമ്പോ പാടാനായിട്ട് പാട്ട് സെപ്പറേറ്റ് അടുക്കിനടുക്കിനുള്ള നാടാണ്. ഇവിടെ വന്ന് ശ്വാസം പോലെ നേരെ എടുക്കാറുണ്ട്. നീയൊക്കെ വന്ന് വള്ളവും തുഴഞ്ഞ് ഹിന്ദി പാട്ടും പാടി വള്ളം കളി ജയിച്ചെന്നാ. ഇങ്ങനെയൊക്കെ പാട്ട് പാടിയല്ലേ തുഴയുമ്പോ ഹൃദയം അങ്ങ് വായിക്കൂടെ വെളിയിൽ പോകും. അങ്ങനെ ഹിന്ദി പാട്ട് പാടി കപ്പടിച്ച നായിക പിറ്റേന്ന് കല്യാണത്തിന് ഒരു തെങ്ങിന്റെ മുകളിൽ കയറി നായികയെ കൺവിൻസ് ചെയ്യാൻ നോക്കുകയാണ്. അത് റാഡോ വാച്ചൊക്കെ കയ്യിൽ കെട്ടി തലയിൽ ഡ്രയറൊക്കെ വെച്ച് അടിച്ച് മുടിയൊക്കെ ചീക്കി ഒതുക്കി മുകളിൽ കയറി സംസാരിക്കണം. തെങ്ങിന്റെ മുകളിൽ കയറി അപ്പിപ്പിടിച്ചിരിക്കണം. അങ്ങനെ കല്യാണം കഴിക്കാൻ നിന്ന പെണ്ണിനെ ഒരു ബംഗാളി അടിച്ചുകൊണ്ട് പോണെന്ന് പറഞ്ഞ് നാട്ടുകാർ ഇവനെ എടുത്തിട്ട് ഓട്ടിക്കും. അങ്ങനെയാണ് സിനിമയുടെ തുടക്കത്തിൽ ആദ്യം കണ്ട പോലെ ഇവിടെ എടുത്ത് വെള്ളത്തിൽ ചാടണം. വെള്ളത്തിൽ വീണ നായകൻ നോക്കുമ്പോഴേ ഒരു വഞ്ചിയും തൊഴിഞ്ഞ് നായിക ഇങ്ങനെ വരികയാണ്. എത്ര മനോഹരമായ ഷോട്ട്. എന്നിട്ട് നായകനെ വെള്ളത്തിൽ നിന്ന് വഞ്ചിയിലോട്ട് വലിച്ചേറ്റി അതോടുകൂടി പടം ശുഭം. പിന്നെ ഇവളെ കെട്ടായിരുന്നവനില്ലേ, അവനെ പറ്റി എന്തിനു പറഞ്ഞാൽ മുന്നെ പറ്റി അവൻ പറയും നീ എടുത്തോന്ന്, എനിക്ക് വേണ്ടെന്ന്. അവ അത്രയ്ക്കൊരു നല്ലവനാണ്. അത് മാത്രം അത് എന്റെ എഴുതി കാണിച്ചിട്ട് അവന്മാർക്ക് മതിയാകത്തോണ്ട് ജാൻവി കപൂറിനെ എന്തായാലും കൊണ്ടുവന്നു. ഒപ്പം മാക്സിമം അങ്കലാവണ്യം അങ്ങ് പ്രദർശിപ്പിച്ച് കളയാന്ന് വെച്ചിട്ട് അവസാനം ഒരു ഐറ്റം ഡാൻസ് കൂടെ, അതും മഴയത്ത്. ബോളിവുഡ് ഇൻഡസ്ട്രി പൂരാ ബർബാദ് ഹോ ഗയാ. ചലോ ബസ് ആജ് കെ ലിയേ ഇത്നാ. ഇനി മേല ഇമാതിരി ആവറാദോട്ട് ഈ നാട്ടിൽ എവിടെയെങ്കിലും കണ്ടാൽ നിന്നെയൊക്കെ മട്ടല വിട്ടി അടിക്കും, സംജാ സാല. അപ്പൊ ശരി ഗൈസ്, നമുക്ക് ഇന്നത്തേക്ക് ഇത് മതി. നമ്മൾ ഇനിയും കാണും. താങ്ക്സ്, ലവ് യു.